അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും
നിന്നെ സന്ധിക്കട്ടെ ദൈവവേദന. മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെയെങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവർ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്രയിച്ച് നീക്കുവാമേ. എല്ലാ കാര്യങ്ങളും പ്രയാസമാണ്. ഒരു കാര്യവും ഭൂമിയിൽ അത്ര ഈസി അല്ല. ദൈവത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും പ്രയാസമുള്ളതാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനവാന് എന്ത് പ്രയാസമാണെന്നോ അങ്ങനെ വാക്കല്ലേ. മർക്കോസ് 10:24. മർക്കോസ് 10:24. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതായത് എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ, അത് എന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് കർത്താവ് വെളിവാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഒരു കാര്യമല്ല പ്രയാസമായിരിക്കണത്. ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ഇതാണ് വിഷയം. സുവിശേഷവിഹിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, വചനാധിഷ്ഠിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പം പിന്നെ എന്താ മാർഗം? അതുകൊണ്ട് ഈശോ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റക്ക് അതിനു വേണ്ടി ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞത്. കാര്യം ഓൾമോസ്റ്റ് ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഒറ്റക്ക് ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒറ്റക്ക് ശ്രമിക്കണമെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെ, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. അത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മർക്കോസിന്റെ 10:24 ലിങ്ക്ഡാണ് ആ വചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്താ കാര്യം? മർക്കോസിന്റെ 10:24 പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് വചനാധിഷ്ഠിത ജീവിതം ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം പ്രയാസമാണ് ചെയ്യാൻ ഒരാളിന്. പിന്നെ അതിനുള്ള ഈസി ആക്കണതിനാണ് കർത്താവിനെ കൂടി പക്ഷത്താക്കണം. യേശു നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഞാനിവിടെ അർത്തുങ്കൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് ഡിസംബർ 27, 2023 പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി. ഞാൻ ഇത്ര അടുത്തായിട്ട് പോലും വളരെ വൈകിയാണ് കൃപാസനത്തിലെത്തിയത്. എനിക്ക് എല്ലാവരും പറയുന്നത് പോലെ ആദ്യം അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും സോഷ്യൽ മീഡിയാസ് വഴിയുള്ള പരിഹാസവും അതൊക്കെ കണ്ടാണ് അങ്ങനെ പോയിരുന്നത്.
പക്ഷേ ഞാൻ 2022 IELTS ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിന് ഞാൻ കോട്ടയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത്, നീ എന്തുകൊണ്ട്, അവരൊക്കെ സ്ഥിരമായി വരുന്നതാണ് കൃപാസനം, നീ എന്തുകൊണ്ടാണ് ഇവിടെ പോവാഞ്ഞെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത്. അതൊരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ, ഞാനൊരു പരീക്ഷണം എന്ന രീതിയിലായിരുന്നു വന്നത്. ഞാനിവിടെ വന്നു, എൻ്റെ നിയോഗങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാതെ അങ്ങ് എഴുതി പോവുമായിരുന്നു. പക്ഷേ എനിക്ക് ഡിസംബറിലാണ് ഞാൻ വന്ന ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത്. ജാനുവരിയിൽ ഞാൻ IELTS എക്സാം എഴുതുമായിരുന്നു. എനിക്ക് ഓവറോൾ നല്ല മാർക്ക് 7 കിട്ടിയായിരുന്നു. അത് ഒരു ഹൈ സ്കോറായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് ആ നല്ല സ്കോർ കിട്ടിയതെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ IELTS റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര വിശ്വാസമായി. ഞാൻ ഡെയിലി പ്രാർത്ഥന, ഈവനിങ് ആൻഡ് മോർണിംഗ് പ്രെയർ കൂടാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങി. സാക്ഷ്യങ്ങളൊക്കെ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് കാനഡ വിസ ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ കരിയർ PG കഴിഞ്ഞിട്ട് എനിക്ക് 7 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാനഡയിൽ ഇനി സ്റ്റഡി വിസയ്ക്ക് പോകാൻ കുറച്ച് റിസ്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ ഭാഗ്യം എന്ന് പറയാൻ, ഞാൻ ജസ്റ്റ് വിസയ്ക്ക് വെച്ച് 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കാനഡ വിസ അപ്രൂവലായി. അതും എനിക്കൊരു സ്വപ്ന ദർശനമായിരുന്നു. ജൂലൈ 28 എനിക്ക് വിസ അപ്രൂവൽ ആയത്. അതും ഞാൻ വിസ ചെക്ക് ചെയ്തില്ല, എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. മെയിലിൽ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് 3 മണിക്ക് എന്തോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വപ്നത്തിലൊരു ദർശനം പോലെ ജിമെയിലിൽ ഒരു നോട്ടിഫിക്കേഷൻ വിസ അപ്രൂവൽ എന്ന് കണ്ടു. പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് മെയിൽ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കാണ് കണ്ടത് എനിക്ക് കാനഡ വിസ, സ്റ്റഡി വിസ അപ്രൂവലായി. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് ഇവിടെ വന്നു, നന്ദി പറഞ്ഞു. അതിനുശേഷമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തു. അമ്മയും ഉടമ്പടി ജീവിതം നയിക്കുമായിരുന്നു ഇത്രയും കാലം. അമ്മയ്ക്ക് പല്ലിന് റൂട്ട് കനാൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ തൈലം ഉപയോഗിച്ച് അത് ചെയ്തതിന് ശേഷമാണ് അമ്മയ്ക്കത് ക്ലിയർ ആയത്. പിന്നെ എനിക്ക് ജൂലൈ 28 സ്റ്റഡി വിസ അപ്രൂവലായി. പെട്ടെന്ന് തന്നെ എനിക്ക് കാനഡയിലേക്ക് പോകാൻ ഭാഗ്യമുണ്ടായി. സെപ്റ്റംബർ 28 ഞാൻ കാനഡയിലേക്ക് പോയി. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ വിസ കിട്ടാൻ വളരെയധികം റിസ്ക് ആയിരുന്നു. എനിക്കൊട്ടും ഹോപ്പില്ലായിരുന്നു. പക്ഷേ ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റി. ഒരു കോണ്ടാക്റ്റും എനിക്ക് അവിടെ ഇല്ലായിരുന്നു. ഫസ്റ്റാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് പോലും. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ജപമാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പോലും. അങ്ങനെ എനിക്ക് കാനഡയിൽ എത്തിയിട്ടാണെങ്കിൽ പോലും ആരും അങ്ങനെ കണക്ഷനോ ഫ്രണ്ട്സോ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയത് തന്നെ എനിക്ക് മാതാവ് കൂടെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ചെന്നത് മോർണിംഗ് ടൈമിലായിരുന്നു. അപ്പം തന്നെ എനിക്ക് ബാങ്ക് അക്കൗണ്ട്, അവിടുത്തെ സിൻ ഡീറ്റെയിൽസ് എല്ലാം ആ ഡേയിൽ തന്നെ എനിക്ക് സെറ്റായി. ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീട്. അതും എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അവിടെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടൊരു വീട് കൂടെയാണ്. ഞാൻ ആ വീട്ടിലെ ഒരു മുറിയിൽ ഫസ്റ്റ് ടൈം കയറി ചെന്നത് ഞാൻ കാണുന്നത് മാതാവിൻ്റെ ഒരു ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ഒരു ചെറിയ രൂപമാണ്. കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ രൂപമാണ് കാണുന്നത്. എനിക്ക് അപ്പം തന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് അനുഭവപ്പെട്ടത്. കാരണം ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ഞാനെന്നാ കരുതിയ അവിടെ. പക്ഷേ അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ അവർ റൂമിൽ നേരത്തെ താമസിച്ചിട്ട് പോയ ആരുടെ ഒരു രൂപമാണ് അത്. ഞാൻ ചെന്നന്ന് തൊട്ട് ഞാൻ ആ രൂപം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എടുത്ത കോഴ്സ് IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. കോഴ്സിൻ്റെ ഫസ്റ്റ് സെമ്മിൽ തന്നെ എനിക്ക് ഒരു 50 മാർക്ക് വേണം നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്വിസ് മിസ്സായത് കാരണം എനിക്ക് 41 മാർക്കേ കിട്ടിയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ആ കോഴ്സ് ഫെയിലാണ് എന്ന് കരുതി വിഷമിച്ചിരിക്കുമായിരുന്നു.
പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യും, മെയിൽ അയക്ക്, പ്രൊഫസർക്ക് ജയിക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ല, ഞാനത് റിപ്പീറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇതിനെപ്പറ്റി ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് അങ്ങ് ഉറങ്ങുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഞാനൊരു സ്വപ്നം കാണുവാണ്. അത് ഇവിടെ കൃപാസനം ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ പ്രൊഫസറോട് ഇങ്ങനെ ഞാൻ സംസാരിക്കും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കോഴ്സ് പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രൊഫസറിനോട് സംസാരിക്കുന്നു. പ്രൊഫസർ ഒരു കെനിയക്കാരനാണ്. പുള്ളിക്കാരനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണ്, ഞങ്ങൾക്ക് ആ ക്വിസ് മിസ്സായി പോയതാണ്, അല്ലാതെ മാർക്ക് കുറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ജയിപ്പിക്കണമെന്ന്. 9 മാർക്ക് വേണമായിരുന്നു എനിക്ക് ജയിക്കാൻ. അപ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 10 മണി വരെ വെയിറ്റ് ചെയ്തു പ്രൊഫസറെ കോൾ ചെയ്യാൻ. കോൾ ചെയ്ത് പ്രൊഫസറിനെ വിളിച്ച് കുറച്ച് സംസാരിച്ചതേ ഉള്ളൂ. പുള്ളിക്കാരൻ അപ്പം തന്നെ കൺവിൻസായി എനിക്ക് 9 മാർക്ക് തന്നു. ഞാൻ ഫസ്റ്റ് സെം ഓൾ പാസ്സായി. അങ്ങനെ അതും ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ കോഴ്സ് ഭയങ്കര ടഫായത് കാരണം അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ഫ്രണ്ട്സിനും ഒക്കെ സ്ഥിരം അറിയാം, ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ വേറെ മറ്റ് സ്റ്റേറ്റ്സിലുള്ളവരും മറ്റ് രാജ്യക്കാരും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ കാശുരൂപം എടുത്ത് പ്രേ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കുമൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിനും എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവരെന്നെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ സെക്കൻഡ് സെമസ്റ്ററൊക്കെ ആയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2-3 പേര് ഈ കാശുരൂപം വാങ്ങിച്ചു വെച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ എടുക്കുന്നതിനെക്കാട്ടി അവരെന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കാൻ തുടങ്ങി, നീ കാശുരൂപമായിട്ട് വരണം, പ്രാർത്ഥിക്കേണ്ട. അങ്ങനെ എക്സാമിന് കയറുമ്പോഴൊക്കെ ഞാൻ കാശുരൂപമായിട്ട് കയറിയാണ്. വളരെ ടഫായിരുന്നു എൻ്റെ കോഴ്സ്. മിക്കവരും പകുതി വഴിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന കോഴ്സായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ 2025 ഡിസംബർ 24 കോഴ്സ് 77% കംപ്ലീറ്റ് ചെയ്തു. അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. മാതാവിനോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ളൊരു പ്രശ്നം. ഞാൻ ഇവിടെ കാനഡയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ് അച്ഛനെ വിഷ് ചെയ്തൊക്കെ വിട്ടതായിരുന്നു. അപ്പോഴത്തേക്ക് ചെന്ന് ഒരു 4 മന്ത്സ് കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ പാർട്ട് ടൈം ജോബൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു ഞാൻ എടുത്തതിന് ശേഷം. അപ്പോൾ അമ്മ ഒരു തീയതി ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചത് 2025 ഏപ്രിലിനുള്ളിൽ എനിക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടണമെന്നായിരുന്നു. അതുപോലെ ഇതിനിടയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ജോബൊന്നും സെറ്റായില്ല. അങ്ങനെ ഏകദേശം 2025 മാർച്ച് 28 എനിക്ക് പാർട്ട് ടൈം ജോബ് ലഭിച്ചു. അതും ഒരു നല്ല ജോബാണ് കിട്ടിയത്. മാരിയറ്റ് ഹോട്ടലിലാണ് എനിക്ക് അവിടെ കാനഡയിൽ തന്നെ നല്ല ജോബ് കിട്ടിയത്. അവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ ജോബിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ടാണ് എൻ്റെ ബാക്കിയുള്ള സെമസ്റ്ററിൻ്റെ ഫീസ് എല്ലാം അടയ്ക്കാൻ പറ്റി. എനിക്ക് കുറച്ച് പൈസ എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു 2026 ജാനുവരി മാസത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നത്. അത് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റിയില്ല. കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം മാക്സിമം ഒരു 2 years എടുക്കും എല്ലാവരും തിരിച്ചു വരാനും. പക്ഷേ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഞാനിപ്പോൾ പോയിട്ട് 1 വർഷവും 4 മാസം ആയതേ ഉള്ളൂ, അപ്പോൾ തന്നെ എൻ്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വന്ന് ഇവിടെ മാതാവിനെ കണ്ട് സാക്ഷ്യം പറയാൻ കഴിഞ്ഞു. അതും വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. എല്ലാത്തിനും അമ്മ മാതാവിനോട് നന്ദിയുണ്ട്. മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും അമ്മയോട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രവിതരണമായിരുന്നു. ഞാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ പത്രവിതരണം ചെയ്തിരുന്നു. പിന്നീട് അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. പിന്നെ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ അതുമെല്ലാം അമ്മയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നത് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളും എല്ലാ ബ്ലെസ്സിങ്സും അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, അവർ ഈ ഒരു കൃപാസന മാതാവിൻ്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന
ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ ആയിരുന്നു എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് അവിടെ വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ രാവിലെയുള്ള മോർണിംഗ് ബ്രെഡ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് ഞാൻ കരുതുന്നത്. ഡെയിലി ബ്രെഡ്, ആ ഡെയിലി ബ്രെഡ് കൂടി അതാണ് എൻ്റെ ഫസ്റ്റ് മോർണിംഗ് റൊട്ടീൻ. അച്ഛൻ്റെ ബ്ലെസ്സിങ് ആയിരുന്നു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി. ആ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞ് പോകുന്നത് ജീവിതത്തിൽ നമുക്ക് വളരെ എല്ലാവർക്കും, എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ധ്യാനം, ഉടമ്പടി ധ്യാനം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കൂടാറുണ്ടായിരുന്നു. പണ്ടൊക്കെ ഫോണിൽ റീൽസ് കാണുന്ന ഞാൻ ഇപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ സാക്ഷ്യം കേൾക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് ആ ഒരു ആത്മീയതയിലേക്ക് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിളിലെ വചനങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കും എക്സാമിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ വചനം എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ മീനിങ്സ് ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ഫോണിലുണ്ടായിരുന്നു. ആ വചനം എടുത്ത് നോക്കിയിട്ട് പോകുമ്പോഴായിരുന്നു അത് ആ നല്ല വചനങ്ങൾ കിട്ടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഇറ്റ് വിൽ മേക്ക് എ ഡേ എന്നായിരുന്നു. അതൊക്കെ നല്ല ഒരു പോസിറ്റീവ് ഇതായിരുന്നു എനിക്ക്. എല്ലാത്തിനും മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. സങ്കീർത്തനം 71:8 ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർ ഒരിക്കലും നിശബ്ദരായിരിക്കാറില്ല. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം ചെയ്ത നന്മകൾ മറക്കാതെ ജീവിതത്തെ മുഴുവൻ ഒരു സ്തുതിയാക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇതാണ് ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പലരുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആതിര കെ തിലകൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും നമുക്കിതാണ് മനസ്സിലാകുന്നത്. ഈ മകൾ അർത്തുങ്കലിലുള്ള ഒരു മകളായിരുന്നു. കോട്ടയത്താണ് പഠിക്കാൻ പോയത്. കൂട്ടുകാരിൽ നിന്നാണ് കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത്. ഈ അമ്മ ഇത്രയും അടുത്തുണ്ടായിട്ടും അറിയാതെ പോയല്ലോ എന്നാണ് ഈ മകൾ പറഞ്ഞത്. നമ്മൾ ഓരോ കൂട്ടുകാരോട് ഷെയർ ചെയ്യുമ്പോഴും ഓരോരോ പത്രങ്ങൾ കിട്ടുമ്പോഴുമൊക്കെ വിശ്വാസമാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഈ മകൾ ഈ മുറ്റത്ത് നിന്നാണ് അങ്ങ് കോട്ടയത്ത് പോയിട്ട് വീണ്ടും ഈ മുറ്റത്തേക്ക് തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. പിന്നീട് ഈ മകളുടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് മോൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും പെട്ടെന്ന് തന്നെ എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും ഈ അമ്മയിൽ സമർപ്പിച്ച് ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെയും അമ്മയുടെയും ബ്ലെസ്സിങ്സ് ഇവരുടെ ജീവിതത്തിൽ കാണുവാൻ നമ്മൾക്ക് തന്നെ സാധിക്കും. പിന്നീടാണ് മകളുടെ വിശ്വാസവും കണ്ടപ്പോഴാണ് അമ്മ വന്ന് ഉടമ്പടി എടുത്തത്. ഈ അമ്മയുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് മകൾ കാനഡയിൽ പോയി മകൾ ഓരോ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന്. ആദ്യമായി കിട്ടിയത് വിസ അപ്രൂവലായിരുന്നു. അത് ഒരു സ്വപ്നം പോലെയായിരുന്നു. വിസ വന്നു, മോളെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ. ഓരോ കാര്യങ്ങളും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കരം പിടിച്ചിരുന്ന അമ്മ ഓരോ കാര്യങ്ങളും ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വിസയ്ക്ക് തുറന്നു നോക്കുവാൻ പറയുന്നത്. പിന്നീടുണ്ടായിരുന്ന IT സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സിൻ്റെ എക്സാമിന് ഇതുപോലെ തന്നെ 9 മാർക്കിന് പ്രൊഫസറെ പോയി കാണാനും സ്വപ്നത്തിലൂടെയാണ് വെളിപ്പെടുത്തിയത്. നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നോ, ഒട്ടി നിൽക്കുന്നോ, ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുന്നോ, നമുക്ക് അവരുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. അവരോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എല്ലാ കാര്യവും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവരുടെ കൂടെ നിന്നാണ് അമ്മ ചെയ്തു കൊടുക്കുന്നത്. ജപമാലയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് എന്നാണ് ഈ മകൾ പറയുന്നത്. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ്, വേറെ ആരുമില്ല, അറിയാത്ത ഒരു സ്ഥലമാണ്, പരിചയക്കാരാരുമില്ല, പക്ഷെങ്കിൽ അമ്മ എൻ്റെ കൂടെയുണ്ട്. ആ ജപമാലയാണ് എൻ്റെ ആശ്വാസം. ജപമാല മുറുക്കെ പിടിച്ചുകൊണ്ടാണ്, അമ്മ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ മകൾ കാനഡയിലേക്ക് പഠിക്കാനായിട്ട് പോയത്.
അവിടെ ചെന്നപ്പോഴോ അമ്മയുടെ സാന്നിധ്യം, ഏതോ ഒരു വീട്, എങ്ങനെയോ അറേഞ്ച് ചെയ്ത ഒരു കുടുംബം, ഒരു വീട്, ആരോ താമസിച്ചിട്ട് വിട്ടിട്ട് പോയ വീട്, അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു ക്രിസ്റ്റൽ രൂപമാണ്. കൃപാസനം അമ്മ, സഞ്ചാരി അമ്മ. ഈ മകൾ പോകുന്നതിന് മുമ്പേ അമ്മയ്ക്കറിയാം ഈ മകൾ ഒറ്റയ്ക്കാണ്, തനിച്ചാണ്, മകൾ പേടിക്കരുത്. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ മകൾ പുതിയ വീട്ടിലേക്ക് എൻട്രി ചെയ്തപ്പം തന്നെ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലായത്. ഫസ്റ്റ് ടൈം ആ വീട്ടിൽ കയറി ചെന്നപ്പോഴേ കൃപാസനം അമ്മയുടെ, സഞ്ചാരി മാതാവിൻ്റെ പ്രസൻസാണ് ഈ മകൾക്ക് കിട്ടുന്നത്. ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സഞ്ചാരി മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ കൈ പിടിച്ച് നയിക്കുന്ന ഒരമ്മയാണ്. നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ, ജീവിതത്തിൽ എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ വരുമ്പോഴാണ് സ്വപ്നത്തിൽ പോലും അമ്മയ്ക്ക് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. നമുക്കതിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും ഈ മകൾ വന്ന് പറഞ്ഞത്, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്, ജാനുവരിയിൽ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ മകൾ പോയത് ഇവിടെ നിന്ന്. അതും ദൈവം തരുന്ന ഓരോ നന്മകൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമാണ് ഈ മകൾക്കുള്ളത്. അതുകൊണ്ടാണ് ഈ മകൾ നിയോഗമായിട്ട് സമർപ്പിച്ചത്. ജാനുവരി മാസം ഇവിടെ വന്ന് എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയണമെന്ന്. നോക്കിക്കേ ഈ മകളുടെ വിശ്വാസം അത്രമാത്രമാണ്. എല്ലാം നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും ജാനുവരിയിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ വരുമെന്നും അമ്മയുടെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിക്കണമേ എന്ന് നിയോഗം വെച്ചിട്ടാണ് ഈ മകൾ പോയത്. എല്ലാ കാര്യവും ഈശോയും അമ്മയും ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇന്ന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ സാക്ഷിയായിട്ട് ഈ അമ്മയും മകളും ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം. മറ്റുള്ളവരെ നമ്മൾക്ക് ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് നമ്മൾക്കും അവരെ പ്രേരിപ്പിക്കാം. എൻ്റെ അധരങ്ങൾ സദാ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും നമ്മളെയും ഈ മകളെപ്പോലെ നമ്മളെയും ഈശോയും അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദരയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ മാസത്തിലാണ് എടുത്തത്. അന്ന് ഞാൻ എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു, സിവിൽ എൻജിനീയറിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ പഠിക്കണ സമയത്തായാലും പ്രൊജക്റ്റ് ആ ലാസ്റ്റ് ഇയറിൻ്റെ പ്രഷറും എല്ലാ സമയവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് തന്നെ എനിക്ക് എല്ലാം പ്രൊജക്റ്റിൻ്റെ കാര്യത്തിനായാലും പഠന കാര്യത്തിലായാലും എല്ലാം ഒരു തടസ്സവും കൂടാതെ എനിക്ക് എൻജിനീയർ ആവാൻ സാധിച്ചു. അതുകൂടാതെ എനിക്കിപ്പോൾ ഞാനൊരു വലിയ അനുഗ്രഹം കിട്ടി. എനിക്ക് ന്യൂസിലൻഡിൽ പോകാനായിട്ടുള്ള വിസ വന്നു. അതിനെപ്പറ്റിയാണ് പറയണത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാർ ഒരു 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ന്യൂസിലൻഡിൽ പോകാനായിട്ട് ഒരുമിച്ച്. പക്ഷേ IELTS ചേർന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് അവരില്ല, അവർ ബാക്കൗട്ട് ചെയ്യാണ്. ഞാൻ ഒറ്റപ്പെട്ട് സ്റ്റക്കായ ഒരു അവസ്ഥയായിരുന്നു. വെച്ചാൽ ഞാനെപ്പോഴും ഒരു രാജ്യത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ആരും ഇല്ലാണ്ടായ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം നടത്തണം എന്നുള്ള ഒരു ഇതും, പിന്നെ ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ച്, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്, അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒറ്റപ്പെട്ടു, ആരും ഇല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ എന്നെ കൈവിടല്ലേ, ഞാനിതിന് എന്തായാലും IELTS ചേർന്ന്, അപ്പം ഞാനിതിന് വേണ്ടി ഇറങ്ങാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും ഞാൻ പിന്നെ ചെയ്തത്. അപ്പോൾ IELTS സമയത്തും എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ഒരു ലാംഗ്വേജാണ്. അപ്പോൾ സ്പീക്കിങ്ങിനാണ് ഞാൻ ഏറ്റവും പ്രശ്നങ്ങൾ നേരിട്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു നിരാശ വന്നായിരുന്നു. എന്താണ് അമ്മ, എനിക്കെന്താണ് പറ്റാത്തത്, എന്നെക്കൊണ്ട് എനിക്കിത് പറ്റൂലേ, എൻ്റെ ജീവിതം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പുറത്തോട്ട് വന്ന് തന്നെ ആഗ്രഹിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു സ്റ്റക്കായൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെയായിരുന്നു എൻ്റെ കറക്റ്റായിട്ട് ഉടമ്പടി പുതുക്കണ ഒരു സമയം ഉണ്ടായത്. അപ്പോൾ ഞാൻ രണ്ടാമത് IELTS വേണ്ടി ഓൺലൈൻ കോച്ചിങ്ങിന് ഞാൻ ചേർന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അവിടെ ആൾക്കാരല്ല, അവിടെ ഒരു നമ്മൾ പ്രദക്ഷിണം പോകില്ലേ ഉടമ്പടി പുതുക്കണേൻ്റെ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് അടുത്ത പ്രാവശ്യം ഞാൻ പാസ്പോർട്ടൊക്കെയാണ് വന്നത്, പാസ്പോർട്ടും എല്ലാമായിട്ടാണ് വന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്കിത് കിട്ടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു ബ്രദർ ഞാൻ കരയണ കണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച് എന്താണ് പറ്റിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നിനക്ക് വരുമ്പോൾ നീ IELTS കൊണ്ടായിരിക്കും വന്നത്. പിന്നെ അവിടെ നമുക്ക് പ്രദക്ഷിണം പോകുമ്പോൾ മാതാവിനെയും എല്ലാം എല്ലാം പിടിക്കണതിൽ എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ പാസ്പോർട്ട് എല്ലാം അവിടെ വെച്ച്
മാതാവിൻ്റെ തൊട്ട് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ഈ പ്രദക്ഷിണത്തിന് നിന്നത്. അപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി, അടുത്ത പ്രാവശ്യം എന്നെ കൈവിടൂല എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ IELTS പഠിക്കുന്ന ടീച്ചർ എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടും എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല. എനിക്ക് സ്പീക്കിങ്ങിന് ഒരു അക്ഷരം എനിക്ക് പറയാൻ പറ്റണ്ടായില്ല ചോദിക്കുമ്പോഴായാലും. അപ്പോൾ എൻ്റെ അടുത്ത് ആ ടീച്ചർ ഒരു ക്രിസ്ത്യൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ദൈവവചനം എനിക്ക് പറഞ്ഞത്, സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ അത് നീ പറഞ്ഞിട്ട് നീ പഠിക്കാനിരിക്കുക. അപ്പോൾ അന്ന് മുതൽ ഞാൻ അത് പറഞ്ഞാൽ പഠിക്കാനിരിക്കണം. അന്ന് മുതൽ എനിക്ക് വളരെയധികം ഒരു മാറ്റമാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് എക്സാമിന് പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കയറണേൻ്റെ മുന്നേ അവിടെ നിന്ന് ഇൻവിജിലേറ്റർ എൻ്റെ എല്ലാം ചെക്ക് ചെയ്ത സമയത്ത് എന്താണ് പോക്കറ്റിലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എടുത്ത് കാണിച്ച് മാതാവിൻ്റെ ലോക്കറ്റാണെന്ന്. പക്ഷേ ഒരു സാധനം പോലും അകത്തോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനത്തെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പോലത്തെ ഒരു എക്സാമിന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് മാതാവിൻ്റെ അനുഗ്രഹം അന്ന് കൂടെ ഉള്ളതുകൊണ്ട് മാതാവ് ആ ഇൻവിജിലേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ആരും കാണാതെ പോക്കറ്റിൽ തന്നെ വെച്ചോ, കയറിക്കോ എന്ന് പറഞ്ഞു. അതെനിക്ക് അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഒറ്റ ആളുടെ ഒരു സാധനം അവരകത്തോട്ട് കയറ്റാത്ത സമയത്ത് മാതാവ് എനിക്കത് അകത്തോട്ട് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എക്സാം എഴുതി ഞാൻ എന്താണോ ഇവിടെ ഉടമ്പടിയിൽ എഴുതിയത്, എനിക്ക് എത്ര സ്കോറാണോ വേണ്ടത് അത് കറക്റ്റ് അത്ര സ്കോറിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പോലും അത്ഭുതം വന്ന രീതിക്ക്, അതും ഒട്ടും സ്പീക്കിങ്ങിന് ഒട്ടും മാർക്കില്ലാത്ത സമയത്ത്, ഫസ്റ്റ് എഴുതിയപ്പോൾ ഒട്ടും മാർക്കില്ലാത്ത സമയത്ത് അതിനേക്കാളും ഇരട്ടി മാർക്കിലാണ് എനിക്ക് സ്പീക്കിങ്ങിന് വന്നത്. അപ്പോൾ ഞാൻ എനിക്കറിയില്ല എനിക്ക് എത്ര അനുഗ്രഹം തന്നത്. അതേപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിസക്ക് വെച്ച സമയത്തും ഞാൻ ഡിസംബറിലാണ് വിസക്ക് വെച്ചത്. അപ്പോൾ ഈ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പോണവർക്കൊക്കെ അറിയാം വളരെ തടസ്സമാണ് വിസക്ക് കിട്ടാനായാലും എല്ലാം. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ വെക്കേഷനും ന്യൂ ഇയർ ഒക്കെ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏജൻസി അടക്കം എല്ലാവരും പറഞ്ഞത് നവംബറിൽ വെച്ചവർക്ക് വരെയും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ തന്നെ എന്തായാലും ഡിലേ ആവും, എനിക്കാണെങ്കിൽ ഫെബ്രുവരി ക്ലാസ് തുടങ്ങും. അപ്പോൾ പക്ഷേ ഞാൻ വിസക്ക് വെച്ചത് ഒരു ഡിസംബർ പാതിയായപ്പോഴാണ്. പക്ഷെ ഒരു മാസം എന്തായാലും എടുക്കും ഇതിൻ്റെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ വന്നെങ്കിൽ. പക്ഷെ ഒരു മാസം പോലും എടുക്കാതെ എനിക്ക് അമ്മ ഡിസംബർ ആ വെക്കേഷൻ്റെ സമയത്ത് തന്നെ ഫസ്റ്റ് അപ്രൂവൽ വരെയാണ്, 29-ാം തീയതി ഫസ്റ്റ് അപ്രൂവൽ വരെയാണ്. എനിക്കറിയില്ല ഞാൻ എത്രത്തോളം, അപ്പം ഞാൻ ഇരുന്ന് കരയാണ്, മാതാവിനൊക്കെ ഇരുന്ന് കരഞ്ഞു പോയി. എനിക്കറിയില്ല എന്താണ് അമ്മ എനിക്ക് എന്നെ വിധിച്ചു കൊണ്ടുപോകണ പോലെ എനിക്കിപ്പോൾ ആ രാജ്യത്തോട് ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നണത്. അത് കഴിഞ്ഞിട്ട് ഫീസ് പേയ്മെൻ്റ് ആയാലും ഒരു തടസ്സവും കൂടാതെ ഇപ്പം നടന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 4-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി പോയി. അപ്പോഴും എനിക്ക് കൺഫർമേഷൻ വിസ വന്നിട്ടുണ്ടായില്ല. ഫസ്റ്റ് വിസ വന്നെങ്കിലും അത് നമുക്ക് പോകാൻ പറ്റൂല രാജ്യത്തോട്ട്, ഫീസ് അടച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ലാസ്റ്റ് വിസ വന്നു. പക്ഷെ ആ സമയത്ത് ഇവിടെ നിന്ന് 4-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി പോയി. എനിക്ക് 8-ാം തീയതിക്ക് എനിക്ക് വിസ കൺഫർമേഷൻ വിസ വന്ന് അന്ന് തന്നെ എനിക്ക് ബുക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റി. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നണത്. വെച്ചാൽ എനിക്ക് 9-ാം തീയതി അവിടെ ക്ലാസ് തുടങ്ങാണ്. ആ സമയത്ത് എല്ലാവരും പോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒട്ടുമില്ല, എല്ലാം ബിസിനസ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്ത സമയത്ത് 8-ാം തീയതിക്ക് ഒരേ ഒരു ടിക്കറ്റാണ് ബാലൻസ് ഉണ്ടായത്. എക്കോണമിക് ക്ലാസ്സിൽ കാശ് കുറവിന് ഒരേ ഒരു ടിക്കറ്റാണ് ഉണ്ടായത്. അതെൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഏജൻസിക്കാർ പറഞ്ഞ് നീ ഇപ്പം എടുത്തോ അല്ലെങ്കിൽ നിനക്കിത് കിട്ടാൻ പോണില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ടിക്കറ്റ് മാത്രമായിട്ടാണ് ലാസ്റ്റ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതും ഞാൻ എടുത്ത് അന്ന് തന്നെ ഒരത്ഭുതം നടന്ന പോലെ ടിക്കറ്റും എടുത്ത് വിസ എടുത്തപ്പോൾ ഞാൻ വിസയും ടിക്കറ്റും ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴും എനിക്ക് ഇവിടെ കയറി പറയാനായിട്ട് അറിയില്ല, എനിക്ക് ഇവിടെ കയറി പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മീൻസ് എല്ലാവരെയും കണ്ടൊരു സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും സാക്ഷ്യം കേട്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് പറഞ്ഞുകൂടാ, എനിക്കിത് പറയാണ്ട് ഞാൻ ആ രാജ്യത്തോട്ട് എങ്ങനെ മനസ്സമാധാനത്തിൽ പോകുമെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ എഴുതി വരെയാണ് ഇന്ന് കൊണ്ടുവന്നത്. ഇത് കൃതജ്ഞത പോലെ എഴുതി ഇവിടെ ഇടാന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ വന്നപ്പോഴേ എനിക്കിത് പറയണം, എനിക്ക് പറയാണ്ട് ആ രാജ്യത്തോട്ട് എനിക്കിനി പോകാൻ പറ്റൂല എന്ന് ഞാൻ ഉറപ്പിച്ച് ഇവിടെ വന്നിപ്പോൾ എഴുതിയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കയറിയേക്കണേ. അപ്പോൾ എനിക്ക് ടിക്കറ്റും വിസയൊക്കെ വന്ന് ഞാൻ 8-ാം തീയതി ന്യൂസിലൻഡിലോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇനിയും ഉടമ്പടി ജീവിതം, എനിക്ക് ഈ ആൾക്കാരിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ എനിക്കിത് ഉടമ്പടി ജീവിതം, എനിക്ക് ജീവിതകാലം മൊത്തം എനിക്കിത് കൊണ്ടുപോകണം. എനിക്ക് അത്ര അനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്ന് കിട്ടിയേക്കണത്. വിശ്വസിച്ച് നമുക്ക് എന്തായാലും നമുക്ക് തന്നിരിക്കും. ഒന്നും അറിയാണ്ട് എനിക്കെല്ലാം കിട്ടി. അപ്പോൾ എനിക്ക് അത്രയധികം മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമായാലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇപ്പോൾ പത്രം കിട്ടണതൊക്കെ ഞാനും അമ്മയും കൂടി തന്നെ
എല്ലാ പള്ളികളിലായാലും ഹോസ്പിറ്റലിലായാലും എല്ലായിടത്തും രോഗികളെ സന്ദർശനം എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ മത്തായി ബൈബിൾ ആ ഒരു വചനം, മത്തായിയുടെ ഒരു ലേഖനം മൊത്തം ഞാൻ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. സുവിശേഷങ്ങൾ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. അപ്പോൾ അരമണിക്കൂറോളം ബൈബിൾ വായിക്കാനും കൂടുതൽ ദൈവത്തെ അറിയാനും ഒക്കെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെയാണ് സാധിച്ചത്. അപ്പോൾ എനിക്ക് എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. സാൻഡ്ര എന്ന മകൾ തൻ്റെ എല്ലാ കഴിവുകളെയും ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അയോഗ്യതകളിലൂടെ മാത്രമേ എനിക്ക് കൃപ നിറയുകയുള്ളൂ എന്ന ഒരു വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഉടമ്പടി ജീവിതം, ഈ പ്രാർത്ഥനാ പദ്ധതി മകളെ സഹായിച്ചത്. സാന്ദ്രയുടെ സാക്ഷ്യത്തിലുടനീളം ഈശോയെ സ്നേഹിക്കുന്ന ഒരു വലിയ തീക്ഷ്ണതയേറിയ ഒരു ദാഹത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമില്ലാതെ, ഈശോ ഇല്ലാതെ ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് കൈമാറണം എന്നുള്ള ഒരു വലിയ സാധ്യതകളുടെ സാക്ഷ്യമാണിത്. സാൻഡ്ര പറയുന്നത്, എൻ്റെ പഠനത്തിൽ ഉള്ള ആ സമയങ്ങളിലെല്ലാം ഒരു യുദ്ധം പോലെയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകാത്ത ഒരവസ്ഥയിൽ, എനിക്ക് എൻ്റെ നാവിലേക്കൊന്നും വരാത്ത അവസ്ഥയിൽ യാക്കോബിനെ പോലെ ഈ മകൾ പ്രാർത്ഥിച്ചു, അങ്ങ് അനുഗ്രഹിച്ചിട്ടല്ലാതെ കടന്നു പോകരുത്. ഒരു മല്ലയുദ്ധം തന്നെ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർത്തെടുക്കേണ്ട കാര്യം അതാണ്. ഈശോയുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്, ഈശോയുടെ കൃപ നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ പൗലോസിനോട് ഈശോ പറഞ്ഞതുപോലെ, നിനക്കെൻ്റെ കൃപ മതി. നാം ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അച്ഛൻ നമ്മോട് പറയുന്നത്, നിനക്ക് ഈശോയുടെ കൃപ മാത്രം മതി. അതിലൂടെയാണ് നമുക്ക് സൗഖ്യങ്ങളും സമാധാനവും സന്തോഷവും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ദൂരീകരിച്ച് കിട്ടുന്നത് നാം ഈശോയുടെ കൃപയിലൂടെയാണ്. നാം ഉടമ്പടി കറക്റ്റായിട്ട് ജീവിക്കുകയാണെങ്കിൽ, സാന്ദ്ര പറഞ്ഞതുപോലെ, നാം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നേറുമ്പോൾ നമ്മുടെ എല്ലാ പരിമിതികളെയും ഈശോ എടുത്തു മാറ്റി ഈശോയുടെ കൂടെ നടക്കുവാൻ, ജീവിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കും. വിദേശത്തേക്ക് നമ്മെ ഈശോ കൊണ്ടുപോകുന്നത് നാം വെറും ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ നാം അവിടെ ചെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാനോ അല്ല. നമ്മെ പ്രേക്ഷിതരായിട്ടാണ് ഈശോയുടെ ആ ജീവിതം, ഈശോയുടെ ക്രിസ്തു ജീവിതം നമുക്ക് കൈമാറാനുള്ള ഒരു വലിയ പ്രേക്ഷിത ദൗത്യമായിട്ടാണ് നാം വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മെ പറഞ്ഞു വിടുന്നത്. അത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാം. ലാസ്റ്റ് മൊമെൻ്റ് വരെ സാൻഡ്രയ്ക്ക് അനുഭവവേദ്യമായ ഒരു വലിയ അനുഭവമാണ്, ഒരു വലിയ കാര്യമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിനെ കുറിച്ച് മകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, എക്കോണമിയിലെ ലാസ്റ്റ് ടിക്കറ്റ് ഈ മകൾക്ക് വേണ്ടി ഈശോ റിസർവ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം പ്രത്യാശയുടെ ജീവിതമാണെങ്കിൽ 60 മേനി കൊയ്യുന്നവരാണ്. നമുക്കുള്ളത് ഈശോ നമുക്ക് തന്നിരിക്കും. നാം വിശ്വസ്തയോടുകൂടി ജീവിക്കുക മാത്രമാണ് നമുക്ക് ഉടമ്പടിയിൽ ചെയ്യേണ്ടത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് വേണ്ട പോലെ ക്രമപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവിനെ ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ സിബി. ഇത് എൻ്റെ ഹസ്ബൻഡ് സിബി സേവ്യർ. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബർ 17-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾ കട്ടപ്പനയ്ക്കടുത്തുള്ള കാഞ്ചിയാർ സെൻറ്റ് മേരീസ് ഇടവകാംഗങ്ങളാണ്. ഞാൻ ഇപ്പോൾ 12 പുതുക്കി 13-ാമത്തെയാണ് ഇനി എനിക്ക് പുതുക്കാനുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് 5 പ്രാവശ്യം ഞാൻ അൾത്താരയിൽ കയറി 6-7 സാക്ഷ്യങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട്. അപ്പം പലരോടും ചോദിക്കുമ്പോൾ പറയാറുണ്ട്, സാക്ഷ്യം പറയാനായിട്ട് തക്കതായ ഒന്നും അത്രയ്ക്ക് പറയാൻ തക്ക വിധം ഒന്നും സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കുഞ്ഞ് സാക്ഷ്യം കിട്ടിയാൽ പോലും അത് പറയാൻ വേണ്ടി ശ്രമിക്കുക. പറയിപ്പിച്ചില്ലെങ്കിൽ പോലും എഴുതി കൊടുക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. കാരണം ഈ മണ്ണിൽ ചവിട്ടുന്ന ഒരു വ്യക്തി പോലും, അത് ക്രൈസ്തവനോ അക്രൈസ്തവനോ നിരീശ്വരവാദി ആയെങ്കിൽ പോലും, ഈ ഗേറ്റിനടക്കത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ മാതാവ് അനുഗ്രഹം തരാതെ വിടുകയല്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് 100% ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും അനുഗ്രഹങ്ങളുള്ളത് പറയാതിരിക്കരുത്, അത് പറയണം. പിന്നെ ഓരോ ആരാധനയും ഒരു ആരാധന പോലും നിങ്ങൾ മുടക്കാൻ പാടില്ല.
ഓരോ ആരാധനയിലും ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും കൂടുതൽ ആഴത്തിൽ ഉടമ്പടിയെ അത്യുന്നതിയിൽ എത്തിക്കുവാനും നിത്യത വരെ കൊണ്ടു നടക്കുവാനും നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയോട് നിറയുവാനും തക്കവണ്ണം ഓരോ പോയിന്റുകളും അച്ഛൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ പോയിന്റുകളും നമുക്ക് കൃപയ്ക്ക് മേൽ കൃപയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ആരാധന മുടക്കുകയോ സാക്ഷ്യം പറയാതിരിക്കുകയോ ചെയ്യരുത്. സാക്ഷ്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള ഭവിഷ്യത്ത് കൊണ്ടുണ്ടായ ഒരു സാക്ഷ്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഞാൻ ഓരോ പ്രാവശ്യം 5-6 പുതുക്കുമ്പോൾ തന്നെ സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് സാക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന്. അപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സൈൻ ചെയ്ത് തരും. പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. അപ്പം പല പ്രാവശ്യമായപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പം എനിക്കതിനുള്ളൊരു ലൈസൻസ് കിട്ടി, ഇനിയിപ്പോൾ സാക്ഷ്യമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതി. പിന്നെ വന്നിട്ട് പെട്ടെന്ന് ഉടമ്പടി പുതുക്കി പോകാനുള്ള തിരക്കിലാണ്. വന്ന് സമയം മെനക്കെട്ട് നിന്നൊന്നും ചെയ്യാനൊന്നും മെനക്കെടാറില്ലായിരുന്നു. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 2 വർഷം മുമ്പാണ് ഒരു സാക്ഷ്യം പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ സിജാൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. സിജാൻ ഖത്തറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് കിഡ്നിക്ക് കംപ്ലയിൻറ്റ് വരും. ഒരു കിഡ്നി ചെറുപ്പത്തിൽ എടുത്ത് കളഞ്ഞയാളാണ്, അടുത്ത കിഡ്നി കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ സിജാൻ വിളിക്കുന്നു, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ആ ഒരു സെക്കൻഡ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയ സമയത്ത് തന്നെ സിജാന് സൗഖ്യം കിട്ടി. ഞങ്ങളിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞത് വേണം. പിന്നെ നമ്മൾ തന്ന അനുഗ്രഹമില്ല, ഇനി അത് തിരിച്ചെടുക്കില്ലല്ലോ എന്നൊരു ധൈര്യവും കൂടി ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു അഹങ്കാരം തോന്നിയതുകൊണ്ടാകാം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുറേ നാളായിട്ട് സിജാന് കാലിന് മുട്ടിന് വേദനയാണ്. 2-3 വർഷമായിട്ട് മുട്ടിന് വേദനയുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സിജാൻ്റെ സാക്ഷ്യം സിജാൻ തന്നെ പറയട്ടെ. എൻ്റെ പേര് CB സേവ്യർ. ഞാൻ ഖത്തറിൽ നിന്ന് തിരിച്ചു വന്ന് അവിടെ 3 വർഷക്കാലം മുട്ടക്കുത്തത്തില്ലായിരുന്നു. ഇവിടെ വന്നു ശിവ അച്ഛൻ്റെ അടുത്ത് കാണാൻ വേണ്ടി പേപ്പർ മേടിച്ചു. അച്ഛൻ എന്നെ ചേർത്ത്. അപ്പോൾ എനിക്കിവിടെ വന്ന് മുട്ട കുത്തി നിൽക്കത്തില്ലായിരുന്നു. ഒരു കുത്തി മുട്ട നിന്നു. ഉടനെ സിസ്റ്റർ പറഞ്ഞു പത്രം വേണമെന്ന് പറഞ്ഞു. ഉടനെ ഇവിടെ കൊണ്ട് പത്രം കൊണ്ട് തന്നു. അവിടെ മുട്ടയെ കുത്തി നിന്നു. ഉടനെ അച്ഛൻ പറഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു. അച്ഛൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി കുരിശ് രൂപ എൻ്റെ കയ്യിൽ തന്നു. ഷർട്ടും ബനിയനും പൊക്കിയിട്ട് പുറത്ത് കുരിശ് വരച്ചു. തൈലം തൊട്ട് കുരിശ് വരച്ചു. അതിനുശേഷം ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ഇപ്പം ഒരു ബസ് ഓടിക്കുന്നുണ്ട്, സ്കൂൾ ബസ്. ഒരു 6 മാസമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി ഷിബ പറയും. ഇപ്പോൾ 3 വർഷമായിട്ട് മുട്ടിന് വേദന, ഭയങ്കര മുട്ടിന് വേദനയാണ്, ഭയങ്കരമായിട്ട് നീരാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങളോട് രോഗമുള്ളതായിട്ടൊന്നും പറയാറില്ല. വീഡിയോ കോൾ വിളിച്ചാലും എല്ലാ ദിവസവും 2-3 പ്രാവശ്യം വിളിക്കും. വീഡിയോ കോൾ വിളിക്കുമ്പോൾ നമ്മൾ മുഖം മാത്രമേ കാണുന്നുള്ളൂ, ശരീരം കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 84 കിലോ തൂക്കമുള്ള ആൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 98 കിലോ തൂക്കമായി. അപ്പോൾ ഡോക്ടർ പറയും, ചെല്ലുമ്പോഴൊക്കെ ഡോക്ടർ പറയുന്നത് മുട്ടിന് വേദന വെയിറ്റ് കൂടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറയും. അപ്പോൾ സിജാൻ പരമാവധി ഭക്ഷണം കുറയ്ക്കാൻ തുടങ്ങി. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും വെയിറ്റ് കൂടുന്നല്ലാതെ കുറയുന്നില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതിന് വേറെ ഇനിയും പ്രത്യേകിച്ച് മരുന്നൊന്നും, വെയിറ്റ് കുറച്ചാൽ മാത്രമേ ഇനി രക്ഷപ്പെടുത്തുള്ളൂ, വേറെ ഒരു രോഗങ്ങളൊന്നും അല്ല സിവിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 60 വയസ്സായപ്പോൾ അവിടെ നിന്ന് റിട്ടയർഡായി. അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ കുടുംബത്തിലുള്ള ഒരു നാട്ടുകാരോ പോലും അത് 100% ശരിയാണോ എന്ന് സംശയിക്കുന്ന പലരും അതിലുണ്ടായിരുന്നു. സിജാൻ ഇങ്ങനത്തെ അവസ്ഥയിൽ കാണാതെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല കേൾക്കുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ സിജാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി പ്രോഗ്രാമുമായിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അന്നേരം കണ്ട മുഴുവൻ പേരും പറഞ്ഞു സിബിക്ക് എന്തോ പ്രശ്നമുണ്ട്, സിബി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം അമ്മ തന്ന അനുഗ്രഹം തിരിച്ച് പോവുകയല്ലോ, അപ്പോൾ കിഡ്നിക്ക് ഒരു പ്രശ്നമൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ അവൻ പറഞ്ഞു കിഡ്നിക്ക് കുഴപ്പമുണ്ടായിരുന്ന ആളല്ലേ, ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിറ്റേ ആഴ്ച ഞങ്ങൾ വേളാങ്കണ്ണിക്ക് സിജാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരോടും ട്രിപ്പ് പോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് സിബി നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാതാവ് തന്ന അനുഗ്രഹത്തെ പരീക്ഷിക്കണോ എന്ന് ഓർത്തു. എല്ലാവരും നിർബന്ധിച്ചപ്പം ഞങ്ങൾ എന്തായാലും വെറുതെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഒരു കിഡ്നി ചെറുപ്പത്തിൽ പോയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, 2ാമത്തെ കിഡ്നി ഫെയിലിയറായി. അപ്പം ഞങ്ങൾ ഡോക്ടറെ കോട്ടയം മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് പ്രൊഫസറായിരുന്ന
ഒരു ഡോക്ടറെ പോയി പുള്ളി ഇപ്പോൾ കാർദാസിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിയെ വിളിച്ചു ബുക്ക് ചെയ്തു. അപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം 2:30 ആകുമ്പോഴത്തേനും വരാൻ പറഞ്ഞു. ആ സമയത്ത് 2 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് വെളുപ്പിന് വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ സമയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ, മാതാവ് തിരിച്ചു തന്നതായതുകൊണ്ട് മാതാവിനോടൊന്നും ക്ഷമ പറഞ്ഞിട്ട് മാത്രമേ ഇനി പോകുന്നുള്ളൂ ഡോക്ടറെ കാണാൻ. ഇവിടെ വന്നു, ഞങ്ങൾ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് എനിക്ക് തുണ്ട് തന്നു. ആ പേപ്പറുമായിട്ട് ഞങ്ങളുടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ സിജാൻ ഒട്ടും നടക്കാൻ വയ്യത്, ഇതിനിടയിൽ കൂടെ വരുമ്പോൾ തന്നെ വേച്ച് വീണ് പോവുകയാണ്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഈ പൊക്കത്തിൽ അത്ര ഒരു തൂക്കമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വേച്ച് വീണ് പോവുകയാണ്. അങ്ങനെ പിടിച്ചാണ് ഒരു തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി വിട്ടത്. അപ്പം ഞാൻ നടുഭാഗത്തായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം അച്ഛൻ സിജാൻ വന്ന് ഒരു മുട്ട് കുത്തി, മറ്റേ മുട്ട് കുത്താൻ പറ്റുന്നില്ല, പുറകോട്ട് നീട്ടി വെച്ചേക്കുക. ശരീരം മുഴുവൻ ഭയങ്കരമായിട്ട് അങ്ങ് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി അങ്ങോട്ട് ഇവിടെ നമുക്ക് കരഞ്ഞ് മാതാവിനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു പത്രം കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു പത്രം. ഞാൻ അവിടെ നിന്ന് കയറി, നല്ല ആളായിരുന്നു, കയറി ഇവിടെ വരെ വന്നു. അപ്പം അതുവരെ അച്ഛൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന അച്ഛൻ എന്നെ സൂക്ഷിച്ച് എന്നെ നോക്കി. ഞാനും ശരിക്കും എനിക്ക് ഉള്ളിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ താമസിച്ചു പോയല്ലോ, എന്തോ കുറ്റബോധം പോലെ എനിക്ക് തോന്നിയത്. ഒന്ന് പാത്രം മേടിച്ചപ്പോഴേ സിജാനെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് സിജാനെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ എന്നാണ് എൻ്റെ ഉള്ളിൽ. കാരണം നിൽക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റുന്നുണ്ടെങ്കിൽ വട്ടം കയറ്റി ഇങ്ങനെ കെട്ടി അങ്ങ് പിടിച്ചൊരു 10-20 സെക്കൻഡ് നേരം അച്ഛൻ ചേർത്ത് പിടിച്ച് മാതാവിനെ നോക്കി അവിടെ അങ്ങ് നിന്നു. ഞാൻ 12 പുതുക്കിയിട്ടുള്ളെങ്കിലും ഞാനൊരു 30 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ പള്ളിയിൽ, ഇടുക്കി ജില്ല കട്ടപ്പനയിലാണ്, അവിടെ നിന്ന് ഞാൻ വന്ന് ആരാധന കൂടിയിട്ടുണ്ട്, പ്രാർത്ഥന കൂടിയിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ ഇഷ്ടംപോലെ കേട്ടു. ഞാൻ അത് സാക്ഷ്യം കേട്ടിട്ടുള്ള ഓൺലൈനിൽ കേട്ടതിലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ഈശോയും അമ്മയും കൂടെ, ഈശോയും മാതാവും കൂടെയാണ് സിജാനെ കെട്ടിപ്പിടിച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അച്ഛൻ എന്നിട്ട് പ്രാർത്ഥിച്ചു, കുരിശ് കൈ കൊടുത്തു, തല തേച്ച് പ്രാർത്ഥിച്ചു, കാശ് രൂപം കൊടുത്തു, തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ തന്നെ പ്രേക്ഷകരോട് പറയാതെ തന്നെ അച്ഛൻ തന്നെ ഷർട്ട് പൊക്കി, ബനിയൻ നന്നായിട്ട് പൊക്കി, നടുവിന് കുരിശ് വരച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. സിജാൻ ഞാൻ അവിടെ നിൽപ്പുണ്ട്, എന്നാൽ എന്നെ നോക്കുന്ന പോലെ ഇവിടെ നിന്ന് ഓടി ഇറക്കി ഇങ്ങനെ അങ്ങ് പോവുക. ഞാൻ അവിടെ നിന്ന് ആളിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ചെന്നപ്പോൾ സിജാൻ അതിന് മുമ്പ് അങ്ങ് പാസ് ചെയ്ത് പോയി, അത്ര സ്പീഡിൽ ഓടിപ്പോവുക. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ആ തൊട്ട സെക്കൻഡിൽ തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അച്ഛൻ എന്നെ ഒന്ന് നോക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പോയി സ്കാൻ ചെയ്തപ്പം എൻ്റെ വയറ്റിൽ ഫൈബ്രോയിഡ് ഇല്ല. ആ ഒരു നോട്ടത്തിൽ അച്ഛൻ തൊടണമെന്നോ മാതാവിനെ അടുത്തോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നുമില്ല. ഈ പള്ളിക്കകത്ത് കാല് കുത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് കേൾക്കാം, കാണാമെന്ന് വെക്കാതെ പരമാവധി മുമ്പോട്ട് വന്ന് അച്ഛൻ നമ്മുടെ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് മുമ്പേക്ക് വന്ന് നിങ്ങൾ അച്ഛനെ കാണുന്ന പോലെ നിന്ന്, മാതാവിനെ കാണുന്ന പോലെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല രോഗങ്ങൾക്കും സകല പീഡകൾക്കും വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അനുഗ്രഹമാവുന്ന 100% ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ 24/7 ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ തീരുകയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഓരോ ആഴ്ചയും വന്ന് വേണമെങ്കിൽ പോലും സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ നമ്മളെ അനുവദിക്കുന്ന 10-30 സാക്ഷ്യമായാൽ പോലും നമ്മളെ അനുവദിക്കുന്നത് 10 മിനിറ്റ് സമയം, അല്ലെങ്കിൽ 2-3 സാക്ഷ്യം പറയാനാണ്. അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. പക്ഷേ എല്ലാവരും പറയും വേണ്ടത്ര ഇത് കിട്ടിയിട്ടില്ലെന്ന് പറയും. കിട്ടാത്തതുകൊണ്ടല്ല, അനുഗ്രഹം കിട്ടിയാലും ഞങ്ങളതെങ്ങനെ പറയും, മറ്റുള്ളവർ കേൾക്കുകയല്ലേ, അറിയലേ, അതെങ്ങനെ പറയുന്നത്, അല്ലെ കയറി നിന്ന് പറയണ്ടേ എന്നോർത്താണ് നിങ്ങൾ പറയാത്തതെങ്കിൽ ഇപ്പോൾ ഇത് തിരിച്ച് പിടിക്കാൻ മാതാവിന് കഴിയും എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സാക്ഷ്യം ഞാൻ ഉപകാരപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ചെവിയിൽ കുറേ കാലമായിട്ട് ചെവിക്കകത്തൊരു ഇങ്ങനെ ബൈക്ക് പോകുന്ന പോലെ കുറൊന്ന് സൗണ്ട് കേൾക്കുമായിരുന്നു. 2 ചെവിയും ഉറക്കത്തിലും ഊണിലും എപ്പോഴും ഇങ്ങനെ സൗണ്ട് വരും. അപ്പം ആശുപത്രിയെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെവിക്കാൻ വന്ന് അടയുന്നതാണ്, അത് പതുക്കെ പൊക്കോളും. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊരു മുഴക്കമായി. പിന്നെ എനിക്ക് ചെവി കേൾവി കുറവായി, നന്നായിട്ട് കേൾക്കത്തില്ല. പല പ്രാവശ്യം ചെവി കൂർപ്പിച്ചാലേ ഓരോന്നും കേൾക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ആയപ്പോഴത്തേന് ഞാനെന്നിട്ട് ബഡ്സ് എടുത്ത് അതിൽ മാതാവിൻ്റെ എണ്ണ എടുത്ത് ചെവി കൂടെ തൂക്കും. അന്നേരം പിള്ളേരെന്നോട് പറയും അമ്മ ബഡ്സ് കൊണ്ട് കുത്തിയാണ് ഇതുപോലെല്ലാം വന്നത്, ഇനി ബഡ്സ് കൊണ്ട് കുത്തണ്ട, ആശുപത്രിയിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ENT പോയി കണ്ടു. അപ്പം ENT ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ചെവിയിൽ ഹോളുണ്ട്, കുത്തി ഹോളായിട്ടുണ്ട്, 2 ചെവിയിലും ബഡ്സ് കൊണ്ട് കുത്തി അത് തിക്കായിപ്പോയി. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇപ്പം സാധിക്കില്ല. നല്ല ശുദ്ധമായ ഒലിവെണ്ണ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച് 2 ചെവിയിൽ എല്ലാ ദിവസവും 1-2 തുള്ളി ഒഴിക്കുക.
ഒരു 2-3 മാസം ശ്രമിച്ചു നോക്കുക, അത് കഴിഞ്ഞിട്ട് വന്നാൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ വേറെ ഒരു മരുന്നും വേണ്ട, മാതാവിൻ്റെ എണ്ണ മതി എന്ന് തൈലം മതിയെന്ന് കരുതിയിരുന്ന എനിക്ക് അങ്ങനെ മാതാവായിട്ട് തന്നെ ഡോക്ടറിൽ കൂടി പ്രവർത്തിച്ചു. ഞാനത് ഒഴിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ മറന്നുപോയി, ഈ ചെവിയുടെ പ്രശ്നം ഞാനങ്ങ് മറന്നുപോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്, ഒരു ഈശോയും മാതാവും ഉണ്ണീശോയും ഞങ്ങളുടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആകാശത്ത്, നീല ആകാശത്ത് ജീവനോടെ തലയൊക്കെ അനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നു. അത് മാറി സിൽവർ ആകുന്നു, പിന്നെ ഗോൾഡ് ആകുന്നു, അങ്ങ് മാഞ്ഞു പോകുന്നു. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ചെവിയിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഇപ്പം ഞാൻ ബഡ്സ് ഇട്ടില്ല, പിന്നിൻ്റെ മറുവശം കൊണ്ട് പതുക്കെ സൈഡിൽ കൂടെ പതുക്കെ തോണ്ടി. ഇപ്പം എന്തോ ഒരു പഞ്ഞി കഷ്ണം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കുത്തി ഏതോ ബഡ്സിൻ്റെ പഞ്ഞി ഇരിക്കുന്ന, വീട്ടിൽ പറയാനും പറ്റത്തില്ല. ഞാൻ സൈഡിൽ കൂടെ പതുക്കെ തോണ്ടിയെടുത്തപ്പോൾ ഒരു പാറ്റാക്കുഞ്ഞ് ചത്തിരിക്കുന്ന അത്രയും വലിപ്പമുണ്ട്. അതേ കളറിൽ ഒരു ഡാർക്ക് ഗോൾഡൻ കളറിൽ ചകിരി പോലെ എന്തോ ഒരു സാധനം ചെവിയിൽ നിന്ന് ഇങ്ങ് പോന്നു. അത് ആ ചെവിക്കായ അകത്തിരുന്നത് അത് ആ രീതിയിലായതായിരുന്നു. അപ്പോൾ എനിക്കതൊരു സംശയം, ഇതിലും കാണുമല്ലോ. ഇതും അതുപോലെ തന്നെ 2 ചെവിയിൽ നിന്നും അങ്ങനെ ഓരോ സംഭവം. പിന്നെ എനിക്ക് കേൾവിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മാതാവിൻ്റെ തൈലം കൊണ്ട് മാത്രം മാതാവ് തന്നെ ഇടപെട്ട് അതെനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എനിക്ക് 56 വയസ്സുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ ഇത്രയും പുതുക്കിയതാണ്. ഞാൻ ആദ്യമൊക്കെ 6 ആവശ്യത്തിന് 60 ആവശ്യം ഞാൻ കുത്തി തിരുകുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ വെക്കാറില്ല. അപ്പം അല്ലാതെ തന്നെ എനിക്ക് അത്രയും ആവശ്യങ്ങൾ എഴുതാൻ പറ്റും. കാരണം ഓരോരുത്തരും പോകുന്നെന്ന് പറയുമ്പോഴേ 100 കൂട്ടം ആവശ്യങ്ങൾ പറയും, എൻ്റെ കൂടെ ചേർത്തേക്കോ. അപ്പം ഞാൻ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വെക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പുതുക്കി ഇറങ്ങുമ്പോൾ ഞാൻ ആ ഓഫീസിൻ്റെയൊക്കെ അവിടെ വന്നപ്പോഴത്തേന് ഞാൻ ചുമ്മാ തിരിഞ്ഞു നിന്നിട്ട്, മാതാവേ എനിക്ക് ഒരു നല്ല ജോലി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുകയില്ലെന്നും അറിയാം, ഈ പ്രായത്തിൽ ആരും ജോലി തരികയില്ലെന്നും എനിക്കറിയാം. പിന്നെ എൻ്റെ മോൻ്റെ ഒരു ആവശ്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോയി. മോനില്ലാത്തതുകൊണ്ട് അത് സാധിച്ചു. മോനില്ലാത്തതുകൊണ്ട് ഞാനത് സാക്ഷിയായിട്ട് പറയുന്നില്ല. തിരിച്ച് ചെന്നു 1 മാസം കഴിഞ്ഞപ്പം പിന്നെ ഓൺലൈനിലാണ് ഒരു എംബ്രോയ്ഡറിയുടെ വർക്കിന് വേണ്ടിയിട്ട് ആളെ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാൻ ഇവരാരും വിടുകയല്ല എന്നെ. എന്നാലും ഞാൻ ഓൺലൈനിൽ തന്നെ ഞാൻ അപേക്ഷ വെച്ചു. അവരെന്നെ വിളിച്ചു. അന്നേരം ഞാൻ ഇതൊന്നും പഠിച്ചതല്ല. ഞാൻ ഒരു കാര്യങ്ങളും എംബ്രോയ്ഡറിയോ തയ്യലോ പെയിൻറ്റിങ് കണ്ടോ യാതൊന്നും പഠിച്ചില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത ഒരു മേഖലയിൽ സകല കാര്യങ്ങളും ഞാൻ ചെയ്യും. അത് ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്, എനിക്ക് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരോട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പോയി. അവിടെ പോയി എംബ്രോയ്ഡറി ചെയ്തു. ഒരാഴ്ച ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു, ഇതുവരെ ഇവിടെ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല, അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് തന്നെ ഷീബ ചെയ്തു അന്ന് പറഞ്ഞു. എന്നെ ക്ഷയിക്കാനൊക്കെ തന്നു. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഷീബ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, ഞങ്ങൾക്കിവിടെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട്, ഇത്രയും കഴിവുള്ള ഒരാളെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുത്താൻ പറ്റത്തില്ല, അതിന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അത് തന്നെയാണ് 2019 വരെയും, കൊറോണ കാലം വരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥാപനത്തിലും മാനേജർ പോസ്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനൊരു പ്രശ്നം തോന്നിയില്ല, ഞാൻ സമ്മതിച്ചു. പിറ്റേ ദിവസം തൊട്ട് എന്നെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. നല്ലൊരു സാലറിയോടെ, എൻ്റെ ഒരു ചേച്ചിയെപ്പോലെ ഒരു നല്ല അവിടെ അറിയപ്പെടുന്ന ഒരു നല്ല കമ്പനിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത്. നല്ലൊരു മാഡം, എൻ്റെ ചേച്ചിയെപ്പോലൊരു മാഡവും, എൻ്റെ ചേച്ചിയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ മക്കളെയും പോലെ കുറേ നല്ല സ്റ്റാഫുകളും എന്നെ അത്രമേൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു നല്ല കൂട്ടായ്മയിലേക്ക്, ഒരു വീട്ടിലേക്കെന്ന് പറഞ്ഞ പോലെ എനിക്ക് അവിടെ ജോലിക്ക് പോകാനും സാധിക്കുന്നുണ്ട്. അതടുത്ത സാക്ഷ്യം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബെർത്തോൾ സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടാകുന്നു. അത് ശരിക്കും 2-3 ദിവസവും ഭയങ്കര വേദനയും ആയിട്ട് രക്ഷയില്ലാതെ വന്നപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ പോകുന്ന ആളല്ല. അന്നേരം അങ്ങനെ വന്നപ്പോൾ ഞാനത് കൊണ്ടുപോയി കാണിക്കാനായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. വഴി ചെന്നപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത വേദനയായി. അവിടെ ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവിടെ കൊണ്ടുപോയി അത്യാഹിതത്തിൽ കയറ്റി. അവിടുന്ന് ചീട്ടെടുക്കാൻ, അപ്പം ഈ ഓപ്പറേഷൻ ചെയ്തേ അത് മാറുള്ളൂ. ഓപ്പറേഷൻ ചെയ്യേണ്ടത് സർജനാണ്. അതുകൊണ്ട് സർജന് ചീട്ടെടുക്കാൻ ഞങ്ങൾ വെച്ചു. പക്ഷേ അവർ ചീട്ട് തന്നത് ഗൈനക്കോളജിക്കായിരുന്നു ചീട്ട് തന്നത്. ഗൈനക്കോളജി ഡോക്ടർ വന്നത് കണ്ടിട്ട് അന്നേരം പറഞ്ഞു, എല്ലാം ഓപ്പറേഷനുകളെല്ലാം ചെയ്യാൻ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് എക്സ്റേയും പിന്നെ ECG എടുത്തു, സകല ടെസ്റ്റുകളും നടത്തി, എല്ലാം ചെയ്തു. എല്ലാം മുരിയെല്ലാം മാരിക്കെട്ടി എല്ലാം ചെയ്തു. എന്നെ ഒരുക്കി കിടത്തി. അത് കഴിഞ്ഞേച്ച് വേറെ 2 ഡോക്ടേഴ്സിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേച്ച് കാണിച്ചു.
ഇത് സാധാരണ ബെർത്തോൾ സിസ്റ്റ് അല്ല, ഇത് വെറൈറ്റിയാണ്. ഞാൻ 35 വർഷമായി ഞാൻ മെഡിക്കൽ ഫീൽഡിൽ. ഈ ഒരു രോഗം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് മലദ്വാരത്തിൻ്റെ ഏലസിനോട് ചേർന്നാണ് ഈ സിസ്റ്റ് കാണുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. അത് ചെയ്ത് എടുക്കണേ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് 3 പേരോട് ചർച്ച ചെയ്ത് അവസാനം പറഞ്ഞു അത് ഫോമിലെത്തിയിട്ടില്ല, അത് ഫോമായിട്ടില്ല, ഇനി 2-3 ദിവസം കൂടെ നോക്കാം, അതിപ്പം ചൊങ്ങിപ്പോകുന്നെങ്കിൽ പോട്ടെ, അല്ലെ പൊട്ടിപ്പോട്ടെ. ഞാനപ്പോൾ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ എനിക്ക് സഹിക്കാം, ഇഞ്ചക്ഷൻ എടുത്തു ഗുളിക തരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയാണ്, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് ഇത് കേൾക്കുന്നു പോകുന്നു എന്നല്ലാതെ ഒരു രക്ഷയില്ല. അവിടെ അഡ്മിറ്റാക്കി അവസാനം ഇങ്ങനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ അനസ്തേഷ്യ തന്നൊന്ന് നോക്കാം, ശ്രമിക്കാവുന്നേ ഉള്ളൂ, തീരുമാനമല്ല എന്ന് പറഞ്ഞു. ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു പോയി. അന്ന് രാത്രി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് കൂടെ നിൽക്കാനായിട്ട് ഓപ്പറേഷൻ വേണ്ടി വന്നാലും കൂടെ നിൽക്കാൻ ആളില്ല. മോളെ കെട്ടിച്ച് മോള് മസ്കറിൽ ഫാമിലിയായിട്ട് ഒരു കുഞ്ഞു കൊച്ചുണ്ട്, 2ാമത്തെ പ്രഗ്നൻ്റാണ്. അവൾ വരാമെന്ന് വെച്ചാലും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. മരുമോളുണ്ട്, മരുമോൾ എപ്പോഴും എന്തിനും എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. അവൾക്ക് 7 മാസമായ ഒരു കൊച്ചുമുണ്ട്, 5 വയസ്സുള്ള സ്കൂളിൽ പോകുന്നൊരു കൊച്ചുമുണ്ട്. അവൾ വന്ന് നിന്നിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ ശ്രീചാനാണ് സ്കൂൾ ബസ് ഓടിക്കുന്നതുകൊണ്ട് ഒരു ഡ്രൈവർമാരെ പോലും ആ ഒരു ദിവസം കിട്ടി, പിറ്റേ ദിവസം തൊട്ട് അവർക്ക് ആർക്കും സമയമില്ല, ഒരു മനുഷ്യനും വരുന്നില്ല. സാധാരണ ആരെയും പിടിച്ച് സ്കൂൾ ബസ്സിൽ ഏൽപ്പിക്കാനും പറ്റില്ല, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ അവർക്കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ വേണം, പറ്റുന്നില്ല. അപ്പോൾ ശ്രീചാൻ വിഷമിക്കുന്നു, ഞാനും വിഷമിക്കുന്നു, മക്കളെല്ലാം സങ്കടപ്പെടുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കൂടെ നിൽക്കാൻ ആളില്ല. അച്ഛൻ പലപ്പോഴും ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, കൂടെ നിൽക്കാൻ ആളില്ലാതെ വിഷമിക്കുന്നവർ, ചികിത്സിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം ഓരോ ആരാധനയിൽ പറയുന്ന കാര്യങ്ങളല്ല, അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് മുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ എനിക്ക് സഹായിക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കാനും എന്നെ ശുശ്രൂഷിക്കാനും കാശ് മുടക്കാനും എല്ലാത്തിനും നീയും ഈശോയും മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കില്ല. അതുമല്ല ഞാൻ വേറെ ഒരു കാര്യത്തിന് ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ പോകാറില്ല, ഒരു കാര്യത്തിനും കൂടപ്പിറപ്പുകളെയോ ആരെയും തന്നെ ഒരു ആവശ്യത്തിന് ഞാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ വന്ന് നിൽക്കുമായിരിക്കും, ഞാൻ വിളിക്കാറില്ല. ആരുടെ ഏത് ആവശ്യം കണ്ടാലും ഞാൻ ഓടിയെത്താറുണ്ട്, ഇന്നാരെന്നില്ല. നാട്ടുകാരുടെ ആണെങ്കിൽ പോലും ആവശ്യം തോന്നി ഞാൻ ഓടിച്ചെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അതുകൊണ്ടാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് എന്ത് ഞാൻ പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞ പോലെ എൻ്റെ ഈശോയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ, എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയോ മക്കളെയോ ബുദ്ധിമുട്ടിക്കുകയോ കാശ് മുടക്കുകയോ ചെയ്യുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല. ഇനി എൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്കിനി ജീവിക്കണം അങ്ങനെ ഒരു ഒന്നുമില്ല. നിൻ്റെ ഇഷ്ടം, ഞാൻ ഇങ്ങനെ വേദന തിന്നണമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്നെ അങ്ങോട്ട് വിളിക്കണമെന്നാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എന്നെ വിളിച്ചോണം, എന്നെ കിടത്തി നിറയിപ്പിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാനിടയാകില്ല. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് മാതാവിൻ്റെ കയ്യിലേക്ക് എന്നെ കൊണ്ടുപോകണം, അല്ലാതെ എന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് രാത്രി ഒരു ദിവസം ഞാൻ തരാം മാതാവ്. ഞാൻ മുഖാന്തരം ഒരുപാട് പേർക്ക് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 6 ദിവസം വെന്റിലേറ്റർ ഊരാൻ പരുവത്തിന് പോലും കിടന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ മെനഞ്ചൈറ്റീസ് ആയിട്ട് കിടന്ന എൻ്റെ ഒരു ചേച്ചി, അതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതൊക്കെ എനിക്ക് തന്നിട്ട് എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നെ നീ സഹായിക്കണം. അത് പറഞ്ഞ് എന്നിട്ട് ഞാൻ സുചാനെ വിളിച്ച് പറഞ്ഞു. സുചാൻ ഞാൻ പറഞ്ഞു ഇനി 6 മണിക്കൂറോടെ ഉണ്ട് നേരം വെളുക്കും, 11 മണിയായുള്ള നേരം വെളുത്താലെങ്കിലും നേരം വെളുത്തല്ലോ ഡോക്ടർ വരുമല്ലോ എന്നൊരു സമാധാനമുണ്ട്. നേരം വെളുക്കുമ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ സുചാൻ പറഞ്ഞു അതാന്ന് വെച്ചു കിടന്നു, ഒന്നും യേശോർണോ പറഞ്ഞില്ല, എന്ന് വെച്ച് കിടന്നു. അപ്പം മാതാവായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും, ഒരു തെളിവിന് ആൾ വേണമല്ലോ, അതിനായിരിക്കും. സുചാൻ കിടന്ന് ഉറങ്ങി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാം. ഞാനൊരു വയലറ്റ് കളറുള്ള ചുരിദാറിട്ട് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ് എന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കം തെളിഞ്ഞു. ആ സെക്കൻഡിൽ എൻ്റെ വേദന പോയി. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു ആ സംഭവം പൊട്ടി, ഭയങ്കരമായിട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഞാനത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് തിരിച്ചു വന്നു. ഞാൻ മുറിയിൽ കിടന്ന് ഞാൻ തുള്ളി ചാടുക. തലേദിവസം എന്നെ എടുത്ത് വേണമായിരുന്നു കട്ടിലേന്ന് അടുത്ത പിന്നെ കട്ടിലയിലോട്ട് കിടത്തണമെങ്കിൽ എന്നെ എടുത്ത് കിടത്തണം. എനിക്ക് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് ഞാൻ കിടന്ന് തുള്ളിച്ചാടുക. ഞാൻ സിച്ചാനെ വിളിക്കാനല്ല എനിക്ക് തോന്നിയത്, മാതാവേ നന്ദി, ഈശോയെ സ്തുതി, ഇങ്ങനെ ഓർത്ത് ചാടുക.
എന്നോട് ചോദിച്ചു നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മാതാവ് എന്നെ വന്ന് തൊട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു ഇന്ന പോലാന്ന്. ഞാൻ പറഞ്ഞില്ലേ സിച്ചാനോട്, അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് സിച്ചാൻ പറഞ്ഞു ഞാൻ പോയി സിസ്റ്ററോട് പറയാം. അത് കഴിഞ്ഞാൽ സിസ്റ്ററോട് പോലും പറയുന്നത്. പറഞ്ഞപ്പോൾ സിസ്റ്ററോട് നോക്കി ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു അതെന്നെ ഓപ്പറേഷൻ നാളെ നടത്താനിരുന്ന ഒരു രോഗം പെട്ടെന്ന് ഡോക്ടർക്ക് ഇങ്ങനെ സന്തോഷമാകുന്ന പൊട്ടിയെ. അത് പറഞ്ഞു അത് ഇച്ചിരി റിസ്ക്കുള്ള കേസായിരുന്നു, അവർക്ക് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതെങ്ങനെയും ഇത് പൊട്ടിപ്പോയാൽ മതി, അല്ലെ ചുങ്ങി പോണേന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത്. അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവരെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്കറിയാമായിട്ടും അതങ്ങനെ തന്നെ കൊണ്ടുപോകുമായിരുന്നു. ഈ വേദനയൊന്നും അവർ കണ്ടില്ല. അല്ലെങ്കിൽ പിന്നെ വേറൊരു ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്യാനായിട്ട് നോക്കിയില്ല. തിരിച്ച് രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ, അല്ലാതെ ഇങ്ങനൊരു സംഭവം ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ കല്ലിച്ച് കിടന്നു, അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല, ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയാം എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എനിക്ക്. അപ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസമെങ്കിലും ഇത് ഓപ്പറേഷൻ ചെയ്താൽ കിടക്കേണ്ട വരുമായിരുന്നു. 18 ദിവസമെങ്കിലും അന്ന് ട്യൂബിട്ട് അതിനകത്ത് അതിൻ്റെ പസും ബ്ലഡും എടുക്കാനായിട്ട് ട്യൂബിട്ടുണ്ട് വന്നേനെ 2 മാസമെങ്കിലും കിടക്കേണ്ട വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരു രോഗത്തെ 1 സെക്കൻഡ് കൊണ്ട് കറക്റ്റ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സമയം, മാതാവാണ് എന്നെ തൊട്ടതെന്ന് അറിയിക്കാൻ ആ കറക്റ്റ് സമയത്ത് തന്നെ എന്നെ തൊട്ടു. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പിന്നെ വേദന ഉണ്ടായിട്ടില്ല. അത് എന്തെങ്കിലും ഒരു സ്വിച്ചാണെങ്കിലും പൊട്ടുമ്പോൾ നമുക്കറിയാം പൊട്ടിയാൽ എത്ര ദിവസം കഴിഞ്ഞാണ്. ആ സെക്കൻഡ് മുതൽ ഇതുവരെ എനിക്ക് വേദനയൊന്നും ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ എല്ലാ ടെസ്റ്റുകൾക്കും ഒഴിച്ചു. അപ്പോൾ CRP 6 നിൽക്കേണ്ടടുത്ത് 76ആണ്. ഏത് സമയം അറ്റാക്ക് ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട് CRP കൂടിയാലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൾച്ചർ ചെയ്ത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു വൈറസും അതിനകത്ത് ബാക്ടീരിയ വൈറസ് ഒന്നുമില്ല, ക്ലീനാണ്, അത് കുഴപ്പമില്ല. ടോട്ടൽ കൗണ്ട് 1,30,000 ആയിരുന്നു. 30 അല്ല 40 കൂടുതലാകാൻ പാടില്ല. പക്ഷേ ഈ എല്ലാ ടെസ്റ്റുകളും 2 ദിവസം കൊണ്ട് നോർമലാക്കി ഒരു കുഴപ്പമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തി മാതാവ് തന്നു ആ സാക്ഷ്യം പറയാൻ എന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഞാൻ വന്ന് സാക്ഷ്യം പറയും, ഈ ഒരു രാത്രി നിനക്ക് ഞാൻ തരുവാ, ഞായറാഴ്ച എന്ത് വന്നാലും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയും, എന്നെ ബെഡേലാണെങ്കിൽ പോലും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഓട്ടോറിക്ഷയിലാണ്, സാധാരണ ഞങ്ങൾ കാറിന് വരാറുള്ളത് അല്ല ബസ്സിനാണ് വരാറ്, ഇന്ന് ഓട്ടോറിക്ഷയിലാണ് അവിടെ നിന്ന് ഇവിടം വരെ, കട്ടപ്പനയിൽ നിന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷയിലാണ് വന്നത്. ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും മാതാവ് തന്ന അനുഗ്രഹം തന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ കുഞ്ഞ് സാക്ഷ്യം 10,000-ങ്ങളെ തമ്പുരാനിലേക്ക് അടുപ്പിക്കുവാനും അമ്മയുടെ സാക്ഷിയാക്കി തീർക്കുവാനും രോഗസൗഖ്യത്തിനായിട്ടും എല്ലാ കാര്യങ്ങളുടെയും എല്ലാ തീരുമാനമാക്കാൻ തക്കവണ്ണം ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും. ഈശോയ്ക്കും അമ്മ മാതാവിനും കൂടാനുകൂടി നന്ദി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജെറമിയ 17:14 കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഷീബ സിബി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും അവരുടെ ജീവിതത്തിൽ വന്ന രോഗക്ലേശങ്ങളിൽ പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിൽ ലഭിച്ച രോഗസൗഖ്യങ്ങളെ നന്ദിയോടുകൂടി അമ്മയുടെ അരികിൽ സമർപ്പിക്കുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരൻ്റെ കിഡ്നി സംബന്ധമായ രോഗത്തിൽ ഉള്ള ഒരു കിഡ്നി അത് ഡാമേജായി വീണ്ടും ജീവിതം ക്ലേശകരമാകുന്നു എന്ന് അറിയുന്ന നാളുകളിലാണ് ജോസഫ് അച്ഛൻ വന്ന് കണ്ട് തൈലം പൂശി പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ കൃപാപൂർണമായ പ്രാർത്ഥന പൂർണ്ണമായും സഹോദരനെ സൗഖ്യപ്പെടുത്തുകയും യാതൊരു മരുന്നും ചികിത്സയുമില്ലാതെ കിഡ്നി പൂർണ്ണ പ്രവർത്തനക്ഷമമായി സഹോദരൻ ലഭിച്ചതിനെയാണ് ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിക്കുണ്ടായ രോഗാവസ്ഥയിലും അത് അല്പം റിസ്ക്കുള്ള ഓപ്പറേഷനാണെന്ന് ഡോക്ടർമാർ തിരിച്ചറിയുമ്പോഴും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കണ്ണീരോടെ ആ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവ് ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ രോഗത്തെ സൗഖ്യപ്പെടുത്തി യാതൊരു മറ്റൊരു ഓപ്പറേഷനോ ചികിത്സയോ ഇല്ലാതെ പൂർണ്ണ ആരോഗ്യം നൽകിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. ജോലിക്ക് വേണ്ടിയുള്ള ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പോകുമ്പോൾ മകൾക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് ജോലി അനുവദിച്ച് നൽകുകയും അതിലും ചുരുങ്ങിയ ദിവസം കൊണ്ട് അവിടെ തന്നെ അസിസ്റ്റൻ്റ് മാനേജർ എന്ന പദവി കൊടുത്തുകൊണ്ട് ആ ജോലിയിൽ ഉയർച്ച നൽകിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ വയ്ക്കുന്ന നിയോഗങ്ങൾ അമ്മ മാതാവ് ഏറ്റെടുക്കുന്നുവെന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി പങ്കുവച്ചത്.
ഉടമ്പടി 12 തവണ പുതുക്കി എന്നതിൻ്റെ അർത്ഥം ഉടമ്പടി ജീവിതം സ്ഥിരതയോടെ വിശ്വസ്തയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് തന്നെയാണ്. 30-ലേറെ തവണ കട്ടപ്പനയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ട് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനം കൂടുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എത്തുന്നു എന്നതിൻ്റെ അർത്ഥം അമ്മയോടുള്ള ബന്ധം ഒരല്പം പോലും അകലാതെ നിരന്തരം ജീവിതത്തിൽ സൂക്ഷിക്കുകയും ഉടമ്പടി പ്രകാരം ജീവിതത്തെ നിരന്തരം ശക്തീകരിച്ച് ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് നയിക്കുന്നു എന്നുമാണ്. ഉടമ്പടിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടവരും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരുമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ അകറ്റുന്നതിന്, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതിന്, ജീവിതത്തിന് മേൽഗതി വരുന്ന വിഷയങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതിന് അമ്മ എത്ര കണ്ട് സഹായിക്കുന്നുവെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ഉടമ്പടിയിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. അനേകർക്കത് പ്രത്യാശയ്ക്കും ജീവിത നവീകരണത്തിനും അമ്മയിൽ ആശ്രയിക്കുവാനുള്ള ആത്മബലത്തിനും കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നു. ദൈവനാമത്തെ നാം പ്രഘോഷിക്കുമ്പോൾ, ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് നിത്യതയിലേക്കുള്ള നമ്മുടെ പേര് ചേർക്കലാണ് നടക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ സഹോദരങ്ങൾക്കിടയിൽ എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ, വിശ്വാസം ഏറ്റുപറയുമ്പോൾ എനിക്ക് വേണ്ടി തന്നെ ചെയ്തുവെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം നിത്യതയിലേക്കാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ഉടമ്പടി ജീവിതം വിശ്വാസത്തിൻ്റെ സാക്ഷിയാകുവാനാണ് നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ രോഗക്ലേശങ്ങളാവട്ടെ, ജീവിത പ്രതിസന്ധികളാവട്ടെ, പരീക്ഷകളാവട്ടെ, വിദേശത്ത് പോകുവാനുള്ള നിയോഗമാവട്ടെ, ഏത് വിഷയത്തിന്മേലും ഒരു നിയോഗം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് അനുഗ്രഹമായി അമ്മ മാതാവും തിരുക്കുമാരനും നൽകുമ്പോൾ മറ്റൊന്നും വിചാരിക്കാതെ, കഴിവ് കൊണ്ട് കിട്ടി, പണം കൊണ്ട് കിട്ടി, പഠിച്ചിട്ട് കിട്ടി, മറ്റു വിഷയങ്ങളൊന്നും വിചാരിക്കാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ ബോധ്യമുണ്ടെങ്കിൽ അത് കൂടുതൽ ദൈവാനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഞങ്ങളുടെ കഷ്ടകാലത്ത്, രോഗപീഠകളിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനില്ലാതെ, കൂടെ സഹായത്തിനാരുമില്ലാതെ ഞങ്ങൾ വിഷമിച്ചപ്പോൾ അമ്മയെ കൂട്ടുപിടിച്ചു, അമ്മയോട് പറഞ്ഞു. അമ്മ ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും രോഗത്തെ സൗഖ്യപ്പെടുത്തുകയും ജീവിതത്തിന് മേൽഗതി നൽകി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തുവെന്ന ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുകയാണ്. ഇങ്ങനൊരു ദിവസം മാതാവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഒരു വലിയ സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ കുടുംബത്തെ ഒരുക്കിയ വലിയ കൃപകളെ ഓർമ്മിക്കുകയാണ്. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റങ്കരയിൽ പട്ടിയക്കാല ഫാത്തിമാതാ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭാര്യ നിഷ. ഞങ്ങൾക്ക് 2 മക്കളാണ്, ജോവിൻ, ജോഹൻ. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത് 2022 നവംബർ മാസം 24-ാം തീയതി ഞങ്ങളുടെ പട്ടിയക്കാല ഇടവകയിൽ നിന്ന് കൃപാസനത്തിലേക്ക് ഇങ്ങനെ കുറച്ച് പേര് ടീമായിട്ട് വരുന്നുണ്ടെന്നിങ്ങനെ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളികളിലോട്ട് പോകും, വേളാങ്കണ്ണി, ഇടത്തുവ, അങ്ങനെ പള്ളികളിൽ തീർത്ഥാടനത്തിന് ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് പോകുന്ന എല്ലാ തീർത്ഥാടനത്തിനും പങ്കുചേരാറുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, വളരെ ഒരു അനുഗ്രഹമുള്ള പള്ളിയാണ്, കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നടക്കും. അങ്ങനെ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഞാനും ഇത് കേട്ടിട്ടുണ്ട്, നമ്മളിതുവരെ പോയിട്ടില്ല, നമുക്കൊന്ന് പോകാമോ എന്ന് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ചൊരാവശ്യം ഇപ്പം നിലവിൽ ഇല്ല. ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു ചെറിയ വീടുണ്ട്, വിവാഹത്തിന് മുമ്പ് എൻ്റെ ചെറിയ വീടുണ്ട്, കുടുംബമായിട്ട് നല്ല ഐക്യത്തിൽ പോകുന്നു, വേറെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു മകനുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് യാതൊരു ആവശ്യങ്ങളുമില്ല. അപ്പോൾ ഞാൻ കേട്ട് നമുക്ക് പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ എല്ലാ പള്ളികളിലും പോകുമ്പോൾ തന്നെ ഇടത്തേൽ പോകുന്ന പോലെ നമുക്ക് വെറുതെ പോയി വരാം എന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 24-ാം തീയതി 2022 ഞങ്ങൾ ആദ്യമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നു. അപ്പോൾ വന്ന സമയത്ത് വരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ആവശ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഇച്ചിരി ഉള്ളിലോട്ടാണ് താമസിക്കുന്നത് വീട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മെയിൻ റോഡിലോട്ട് ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങണം, ഒരു വീട് വയ്ക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഈ സൈഡിൽ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ആയിരിക്കുക. ഞാൻ അവിടെ വന്നിരുന്നു, കുറച്ച് നേരം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു, പിന്നെ പുറത്തോട്ടിറങ്ങി, പിന്നെ അതുവഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടങ്ങ് നടന്നു. അപ്പോൾ വൈഫ് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു.
വലിയൊരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ആ ഞായറാഴ്ച പള്ളിയിൽ പോയി. വ്യാഴാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ വരുന്നത്. വെള്ളി ശനി ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് മെയിൻ റോഡിൽ ഒരു 5 സെൻറ്റ് വസ്തു വിൽക്കാനായിട്ട് അങ്ങനെ അവർ ഒട്ടിക്കുകയാണ്. വസ്തു വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞാൽ 6 സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് സംസാരിച്ചു പുള്ളിയോടെ. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. വൈകുന്നേരം പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് ആ നിമിഷം ഞാൻ പറഞ്ഞ വിലയ്ക്ക് പുള്ളി എനിക്ക് ആ വസ്തു തരികയാണ്. ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ഏകദേശം 25 ദിവസം കൊണ്ട് സ്വന്തമായിട്ട് മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു 5 സെൻറ്റ് വസ്തു മാതാവ് എനിക്ക് തന്നു. അതോടുകൂടി എനിക്ക് ഭയങ്കര വിശ്വാസമായി. മാതാവ് ഞാനിവിടെ വന്ന് ഉടമ്പടിയോ ഒന്നും എടുത്തിട്ടില്ല, വെറുതെ വന്നു ഒന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെ 5 സെൻറ്റ് വസ്തു വാങ്ങണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഇല്ല മനസ്സിൽ. അപ്പോൾ മാതാവ് അതെനിക്ക് അടുത്തിവിടെ വരുന്നതിന് മുമ്പേ എന്നെ സാധിച്ചു തന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അവിടെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ യാത്ര ഈ 2026 ജനുവരി മാസം ഈ 17-ാം തീയതി വരെ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ സന്നിധിയിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈഫിന് ചിലപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥകൾ കാണും, എന്നാലും ഞാൻ ഇതുവരെ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ സന്നിധിയിൽ വന്നു. അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തെ മാസമായി, 3-ാമത്തെ മാസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വൈഫിൻ്റെ കൂടെ കേട്ടു, നീ ഉടമ്പടി എടുക്കുന്നു എന്ന് കേട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല. ഞങ്ങൾ എന്നും വീട്ടിൽ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന മുടങ്ങാറില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ അന്ന് മുതൽ എല്ലാ ദിവസവും വീട്ടിലൊരു മെഴുകുതിരി കത്തിച്ച് യേശുനാഥനോടും കൃപാസനമ്മ ഇല്ല അപ്പോൾ മാതാവിനോടും ഒക്കെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം കൃപാസനമ്മയുടെ ഒരു ഫോട്ടോ ഇവിടെ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, മുടങ്ങാതെ പ്രാർത്ഥിക്കും. ബൈബിൾ വായനയൊന്നുമില്ല, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ബൈബിൾ വായന ഈ നമ്മുടെ യൂട്യൂബിൽ കണ്ട് ബൈബിൾ വായനയുടെ ഒരു പ്രാധാന്യം മനസ്സിലായി. അങ്ങനെ ബൈബിൾ വായനയോടെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയും ബൈബിൾ വായനയായി. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഗ്രൂപ്പായി. ഇതൊരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് രൂപീകരിച്ച് അതിലൊരു 134 മെമ്പേഴ്സ് അടക്കം ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങ് തുടങ്ങി. അനാഥാലയങ്ങളിലേക്ക് പോവുക, ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ സുഖമില്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് തുടങ്ങി. ആ സമയത്ത് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 2023 ആ 2-3 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിലോട്ടങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നിഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PSC ക്ലാസ്സിനൊക്കെ പോയി ഭാര്യയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ജോലി എന്ന് പറയുന്നൊരു വലിയ കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നി പല സാഹചര്യം. അപ്പോൾ ആ വൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ടെസ്റ്റുകളൊന്നും ലിസ്റ്റിൽ വരുന്നില്ല, ആദ്യം എഴുതുന്നൊന്നും ലിസ്റ്റിൽ വരുന്നില്ല. ഏകദേശം മോന് 6 മാസം ആയതുകൊണ്ട് പഠിക്കാൻ പോവുക. പിന്നെ കൊറോണ സമയത്തൊക്കെ ലിസ്റ്റുകളിലൊന്നും വരുന്നില്ല. കൃപാസനത്തിൽ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ നിഷ എന്നോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കുന്നു. അപ്പോൾ ഞാൻ കേട്ട് എന്താണ് പറ്റി, എന്താണ് ആവശ്യം? അതെനിക്ക് തോന്നി ഒരു ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഷ്ടം, നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് വന്നു, ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആദ്യത്തെ പുതുക്കലായി. അപ്പോൾ പറഞ്ഞു 2ാമത്തെ പുതുക്കലിന് നമുക്ക് ഇനി ഒരു കുഞ്ഞു കൂടെ വേണം, ആ ഒരു ആവശ്യം കൂടെ നമുക്ക് വയ്ക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നടക്കട്ടെ. അങ്ങനെ 2ാമത്തെ പുതുക്കലിന് ആ ആവശ്യം വെച്ചു. അപ്പോൾ ജോലിയൊന്നും ആയില്ല, 2ാമതൊരു കുഞ്ഞും ആയില്ല. 2024 കടന്നുപോയി, 23, 24 കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വർഷം എന്ന് പറയുന്നത് 2025 ആയിരുന്നു. 2024 ഡിസംബർ മാസം ഞങ്ങൾ കൃപാസനത്ത് വന്നിട്ട് പോയ സമയത്ത് ജോമാല റാലി സമയത്ത് വന്നിട്ട് പോയ സമയത്ത് നിഷ 2ാമത് പ്രഗ്നൻ്റ് ആവുകയാണ്. വളരെ ഒരു അനുഗ്രഹം. ഏകദേശം 8 വർഷത്തിന് ശേഷം, 8.5 വർഷമായി 2ാമതൊരു കുഞ്ഞ് എന്നുള്ളൊരാഗ്രഹം തുടങ്ങിയിട്ടൊരു 3 വർഷമായി. 2ാമതൊരു കുഞ്ഞ് ഇല്ലാതായിട്ട് ഏകദേശം 8.5 വർഷമായി. അപ്പോൾ അതിനൊരു പ്രാർത്ഥനയും അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരുന്നത്. ജോലിയും പ്രധാനമായിട്ട് ജോലിയും കുഞ്ഞുമാണ് ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ പ്രാർത്ഥനയിലായി. ഗർഭിണിയായി 2 മാസമായ സമയത്ത്, മോൻ 2 മാസം വയറ്റിലായ സമയത്ത് തൊട്ട് നിഷ എഴുതിയ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ വരാൻ തുടങ്ങി. റിസൾട്ടുകളെന്ന് പറയുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ
1, 2 ഇങ്ങനെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെയാണ് ലിസ്റ്റുകളിൽ വരുന്നത്. വളരെ ഒരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കൃപാസനത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതാൻ പോകുന്ന എല്ലാ ടെസ്റ്റിലും പോകുന്ന സമയത്ത് അമ്മയുടെ ഉപ്പ്, പിന്നെ തൈലം, പിന്നെ കാശ് രൂപം, എപ്പോഴും കാശ് രൂപം കയ്യിൽ വെച്ചിരിക്കും. നമ്മുടെ മാലയുടെ കൂടെ കോർത്ത് ഉടമ്പടി കാശ് രൂപം എപ്പോഴും കഴുത്തിലിട്ടേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഞാനും വൈഫുമായിട്ട് ഹാൾ ടിക്കറ്റ് എടുത്ത് എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്നെ പ്രാർത്ഥിക്കും. വീട്ടിൽ വെച്ച് എന്നെ പ്രാർത്ഥിക്കും. അമ്മയുടെ ഒരു ചെറിയ ഇതുണ്ട്, അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെയാണ് ടെസ്റ്റിന് പോകുന്നത്. അങ്ങനെ മോൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് 2ാം മാസം ആയത് തൊട്ട് ലിസ്റ്റിലും വരാൻ തുടങ്ങി. അങ്ങനെ ആകെപ്പാടെ ഒരു ടെൻഷനായി. എങ്ങനെ ജോലിക്ക് പോവും, കുഞ്ഞിനെ നോക്കും, ഇങ്ങനൊരു വലിയൊരു പ്രതിസന്ധിയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി നമുക്ക് നോക്കാം, ഇപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 8.5 മാസത്തോളം മാതാവിൻ്റെ വലിയൊരു കൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഡെലിവറിക്ക് ഒരു മാസം മുമ്പേ വരെ ഒരു ബുദ്ധിമുട്ടുമില്ല അനുഗ്രഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവസാനത്തെ 9ാം മാസത്തെ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലൂയിഡ് ഡൗൺ ആയി. അതായത് 12 എന്ന സ്ഥാനത്ത് 6 ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ക്രിട്ടിക്കലാണ്, നമുക്ക് പേടിക്കേണ്ട സാഹചര്യമുണ്ട്. പുള്ളിക്കാരിക്ക് ഒന്നത് പ്ലാറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവാകുമ്പോൾ സി സെക്ഷൻ ചെയ്യാനേ പറ്റൂ. ആദ്യത്തേത് സി സെക്ഷൻ ആയതുകൊണ്ട് 2ാമത്തെ ഡെലിവറിയും സി സെക്ഷനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ക്രിട്ടിക്കലാണ്, നമുക്ക് സി സെക്ഷൻ ചെയ്യണമെങ്കിലും ബ്ലീഡിങ് നിൽക്കാൻ ചാൻസ് ഇല്ല, അപ്പോൾ വളരെ പാടാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ആകെപ്പാടെ ടെൻഷനായി. ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. മാതാവ് നമ്മളെ കൈവിടാതെ, ഇത്രയും ദിവസം നമ്മളെ കൈവിട്ടില്ലല്ലോ, നമ്മളെ കൈവിടാതെ മാതാവ് അനുഗ്രഹിക്കും. ആ ഒരു വിശ്വാസം നമുക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം മുടങ്ങാതെ ഈ ഒരു കാര്യം വെച്ച് എന്നും പ്രാർത്ഥനയോടെയാണ്. കൃപാസനമ്മയോട് എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവസാനം ഡെലിവറിക്ക് ഒരു ഞായറാഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് തിങ്കളാഴ്ച ഡെലിവറിക്ക് ലേബർ റൂമിലേക്ക് കയറിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് പറ്റുന്നില്ല. ഏകദേശം നട്ടലിൽ 4 സൂചി അനസ്തേഷ്യയുടെ സൂചി ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അനസ്തേഷ്യ കറക്റ്റ് ആവുന്നില്ല. അവസാനം 5ാമത്തെ സൂചിയാണ് അനസ്തേഷ്യ. ഞാൻ പുറത്തിരുന്ന് അമ്മയുടെ പ്രസിദ്ധീകരണ പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ജപമാല കൊണ്ട് അമ്മയെ പരിശുദ്ധ അമ്മയെ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ജപമാല എൻ്റെ കയ്യിലുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് 1 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായിട്ട് ഡോക്ടർ എന്നോട് പുറത്തു വന്ന് പറഞ്ഞു വീണ്ടും ഒരു മകനാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മകനോ മകളോ അതല്ല, വൈഫ് സേഫാണോ? എന്നോട് പറഞ്ഞ് പേടിക്കണ്ട, എല്ലാ രീതിയിലും എന്തോ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല, അനുഗ്രഹത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ഒരു സന്തോഷമാണ്. മാതാവ് എനിക്ക് എപ്പോഴറിയാം മാതാവ് കൈ വിടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നെയ്യാറ്റിൻകര ആശുപത്രിയിലായിരുന്നു സിസേറിയൻ ചെയ്തത്. അവിടെ നിന്ന് SIT ഹോസ്പിറ്റലിലോട്ടൊക്കെ വരേണ്ടി വരുമായിരുന്നു. കുഞ്ഞിന് പ്രശ്നമാവുമായിരുന്നു, അമ്മയ്ക്ക് പ്രശ്നമുണ്ട്. പക്ഷേ വളരെ ഒരു അനുഗ്രഹമാണ്. ബ്ലഡ് തലേദിവസം 2 ബ്ലഡ് എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അതുപോലും ഉപയോഗിക്കാത്ത രീതിയിൽ മാതാവ് ശക്തമായി അനുഗ്രഹിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ആപത്തുമില്ലാതെ അനുഗ്രഹത്തോടെ തന്നു. കുഞ്ഞും ശാരീരിക സൗഖ്യത്തോടെ അത്യാവശ്യം വേണ്ട വെയിറ്റും കാര്യങ്ങളോടുകൂടി അമ്മ തന്നു. വളരെ ഒരു അനുഗ്രഹമാണ്. മോൻ ജനിച്ച് 2 മാസം കഴിയുന്ന സമയം. അപ്പോൾ 2ാമത്തെ അഖണ്ഡ ജപമാല, ആദ്യത്തെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തു. അപ്പോൾ 2ാമത്തേന് വൈഫ് വരട്ടോ എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് കേട്ടു എനിക്ക് നടക്കാൻ പറ്റുമോ ഇത്രയും ദൂരം? അപ്പോൾ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥനയോടെ ജപമാല ചൊല്ലി നടന്നാൽ മതി, നീ അവിടെ എത്തുന്നത് പോലും നീ അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും ദൂരവും നടക്കാവില്ല, ഒരുപാട് ദൂരമല്ലേ? ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നീ എൻ്റെ കൂടെ ശക്തമായിട്ട് നടന്നാൽ. ഞങ്ങൾ ജപമാല തുടങ്ങിയ തൊട്ട് അഖണ്ഡ ജപമാല റാലി തുടങ്ങിയത് മുതൽ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി. ജപമാല പറഞ്ഞ് വളരെ ശക്തമായിട്ട് 10 മണിക്ക് മുമ്പേ അർത്തുങ്കൽ പള്ളി നടയിലെത്തി. വളരെ അനുഗ്രഹമാണ്. അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പിറ്റേന്ന് വീട്ടിൽ പോയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. എല്ലാം വളരെ നോർമലായിട്ട് പോയി. അത്രയ്ക്ക് അനുഗ്രഹമാണ് മാതാവ് തന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച് 2ാം മാസം ആയപ്പോഴത്തേക്കും പിന്നെ അടുത്ത അഖണ്ഡ ജപമാലയ്ക്കുള്ള ഡേറ്റായി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അഖണ്ഡ ജപമാലയ്ക്ക് വൈഫ് പങ്കെടുക്കുന്ന സമയത്ത് മാതാവിനോട് അവൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മേ എനിക്ക് അടുത്ത വരുന്ന
ജോമാല റാലിക്ക് മുമ്പേ ഒരു ജോലി, ഒരു പേപ്പറെങ്കിലും എനിക്ക് കൈ കിട്ടണമേ എന്ന് ഭയങ്കര ഒരു പ്രാർത്ഥനയായിരുന്നു. അവളെപ്പോഴും അതെന്നോട് പറഞ്ഞില്ല. എന്നോട് പറയുന്നത് രണ്ടാമത്തെ അഖണ്ഡ ജപമാല റാലി സമയത്താണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ വരുന്ന ജപമാല റാലിക്ക് മുമ്പേ എനിക്കൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയണമെന്ന്. അപ്പം ഞാൻ അന്ന് മുതൽ നമ്മൾ ആ ഒരു കാര്യം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. ജപമാല റാലിയിൽ പങ്കെടുക്കാൻ മുമ്പ് ഒരു ജോലിയിൽ ഒരു പേപ്പറെങ്കിലും അഡ്വൈസെങ്കിലും കയ്യിൽ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ജപമാല റാലിയുടെ തൊട്ട് തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു. വളരെ ഒരു അനുഗ്രഹം. നമുക്ക് എല്ലാവരും ഹല്ലേലൂയ പറയാമോ? മാതാവ് ഇത്രയും വലിയൊരു അനുഗ്രഹമാണത്. ജപമാല റാലിയുടെ തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു. ഹല്ലേലൂയ. മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. നമ്മൾ പ്രതീക്ഷിക്കേണ്ട, നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മാതാവ് കൃത്യമായിട്ട് നമുക്ക് തരും. ഹല്ലേലൂയ. വലിയൊരു അനുഗ്രഹമായിരുന്നു ആ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അച്ഛൻ ഇവിടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ആ ഒരു ഡേറ്റ് ഇട്ട് മാതാവിനോടൊരു ആവശ്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മാതാവ്, നമ്മുടെ പ്രവൃത്തിയൂടെ ക്ലിയർ ആവണം. നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൂടെ ക്ലിയറായിട്ട് ചെയ്താൽ, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം കൂടെ നമ്മൾ കറക്റ്റായി ചെയ്താൽ മാതാവ് കറക്റ്റായിട്ട് ആ അനുഗ്രഹം തരും. വളരെ അനുഗ്രഹത്തോടെ ജപമാല റാലി തരികയും ജപമാല റാലി കഴിഞ്ഞ് അടുത്ത് 28-ാം തീയതി പത്തനംതിട്ട മഹിളാ മന്ദിരത്തിൽ ജോയിൻ ചെയ്ത സമയത്ത് കുഞ്ഞിൻ്റെ കാര്യം, അപ്പോഴും കുഞ്ഞിന് 2 മാസവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു 6 മാസത്തേക്ക് ലീവ്, ശമ്പളത്തോടെ ലീവ് അവരനുവദിച്ചു. അപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ട്, കുഞ്ഞിനെ നോക്കുന്നു. ഇനി ഈ ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മാസം കൂടെ ലീവ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ 14 10 വർഷം തികയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇതുവരെയും സന്തോഷത്തോടെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തോടെയും കൃപയോടും കൂടി അനുഗ്രഹത്തോടുള്ള ഒരു കുടുംബജീവിതം തന്നു. അപ്പോൾ ആ ജീവിതം ഒരിക്കലും രണ്ടിടത്തായും മാറാതെ എന്നും ഒരുമിച്ച് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്, മാതാവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുക. നിഷയ്ക്ക് തിരുവനന്തപുരത്ത് വീടിനടുത്ത് തന്നെ ഒരു ജോലി കിട്ടണമേ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് വേറൊരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അടുത്ത് നിഷയ്ക്കാണ് പോസ്റ്റിങ്. അപ്പോൾ അതൊരു നല്ല ജോലി കിട്ടിയാൽ, വീണ്ടും തിരുവനന്തപുരത്ത് വീട്ടിനടുത്ത് തന്നെ കിട്ടിയാൽ, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരിക്കലും മാറി നിൽക്കാതെ എന്നും ഈ കുട്ടികളുമായിട്ട് ചേർന്ന് കുടുംബജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആദ്യത്തെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുക്കുന്നില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഞാൻ വന്നു, ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പം ആദ്യത്തെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുക്കണ്ട എന്നായിരുന്നു. അപ്പോൾ തലേ ദിവസം ഏകദേശം 50 പേരോളം ഞങ്ങൾ അവിടെ നിന്ന് ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ മാസവും വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ടീം ലീഡറിൻ്റെ വൈഫിന് പെട്ടെന്ന് വയ്യാതെയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, രഞ്ജിത്തെ നീ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയറിനാണെങ്കിൽ സുഖമില്ല, ഞാൻ എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല, എനിക്ക് പിറ്റേന്ന് തൊട്ട് വയറിന് ഒട്ടും വയ്യ. അപ്പോൾ നിഷ എന്നോട് കേട്ടു എങ്ങനെ പോവും? അപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല, എന്തായാലും പോയി നോക്കാമെന്ന് പറയും. മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ ഇവിടെ 5:30 ആദ്യത്തെ ജപമാല റാലിക്ക് വന്നതാണ്. അന്ന് ഏറ്റവും ആദ്യം ജോസഫ് അച്ഛൻ്റെ കൂടെ അർത്തുങ്കൽ പള്ളിയിൽ എനിക്ക് എത്താൻ സാധിച്ചു. ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഈ ദേവാലയത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ വരും. പക്ഷേ നമ്മളതൊന്നുമല്ല എന്ന് കരുതി അനുഗ്രഹത്തോടെ നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറവുമില്ലാതെ ചെയ്യാൻ പറ്റും. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൃപാസനം ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹം ആവശ്യപ്പെട്ട് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വീടുകളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ അതിന് ഒരു വിഹിതം ഫുഡ് ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെ രീതിയിൽ മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും പ്രത്യേകമായി കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. ജെറമിയ 29:12 മുതൽ 14 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും,
പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. രഞ്ജിത്ത് എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ, അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെ നല്ല സന്തോഷത്തോടെ വിശ്വാസ സ്ഥൈര്യത്തോടു കൂടി അമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരൻ്റെ ഓരോ സാക്ഷ്യവും ഏറെ മെറിറ്റുള്ളതാണ്. അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ച് അവരിരുവരും കുടുംബം മുഴുവനും അമ്മയോട് ചേർന്ന് സഞ്ചരിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൻ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. അതിൽ മകൻ വിശേഷവിധിയായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓരോ മാസവും മുടങ്ങാതെ അമ്മയുടെ തിരുസന്നിധിയിലെത്തി അല്പനേരം പ്രാർത്ഥിക്കുന്നതിന്, കൃപാസനം പത്രം ശേഖരിച്ച് തിരികെ കൊണ്ടുപോകുന്നതിന് മകന് കാണിച്ച നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവിടം വരെ വരിക ദൂരമുണ്ട്. എങ്കിലും അതിൽ അല്പം പോലും പണനഷ്ടമെന്നോ സമയനഷ്ടമെന്നോ മറ്റ് തടസ്സങ്ങളോ ഒന്നും മനസ്സിൽ കാണാതെ പൂർണ്ണമായ സ്നേഹത്തോടും സന്തോഷത്തോടും അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ വലിയ മെറിറ്റായി നമ്മൾ കാണുന്നത്. ചോദിക്കുന്നതെല്ലാം കുടുംബത്തിൽ അനുഗ്രഹമായി ലഭിക്കുന്ന സാക്ഷ്യമാണ് മകൻ സൂചിപ്പിച്ചത്. ആദ്യം രണ്ടുപേരും കൂടി വരുമ്പോൾ അമ്മയുടെ ഈ അൾത്താര ഈ ദേവാലയത്തിലിരുന്ന് അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് ഒരു നിയോഗം അമ്മയോട് പറഞ്ഞുപോയി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഉടമ്പടി എടുത്തിട്ടില്ല, അമ്മയെ ഒരു നോക്ക് കാണാൻ വന്നതാണ്. അത് മറ്റ് തീർത്ഥാടനങ്ങളിൽ പോകുന്നത് പോലെ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചേർന്നതാണ്. എങ്കിലും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗം അമ്മ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് തിരുക്കുമാരനെ അനുഗ്രഹിക്കുന്നത് വരെയും കൂടെ നിൽക്കുമെന്ന് മകൻ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയെ കണ്ടുപോയി 2 ദിവസം കൊണ്ടാണ് ഒരു ഇടത്ത് സ്ഥലം വിൽക്കുന്നതിനെക്കുറിച്ചുള്ള പോസ്റ്റർ പതിക്കുന്നത് കാണുന്നത്. ആ ദിവസം തന്നെ പോയി ആ വിഷയത്തിൽ സംസാരിക്കുന്നു. അങ്ങോട്ട് പറഞ്ഞ വില വീട്ടുകാർ സംബന്ധിച്ച് ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ ആ സ്ഥലം സ്വന്തമാക്കുന്നതിന് 5 സെൻറ്റ് ചോദിച്ചു. 6 സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുന്നതിന് അമ്മ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണത്. അതോടൊപ്പം സ്വപ്നത്തിൽ അതിനു മുമ്പ് ഒന്നും കരുതിയിട്ടില്ലാത്ത അമ്മയുടെ തിരുനടയിലെത്തിയപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു ജീവിതത്തിൻ്റെ ആവശ്യമെന്നതുപോലെ കൊടുത്തൊരു വിഷയത്തെ സാധ്യതകളൊന്നും കാണാതിരിക്കുമ്പോൾ അത് ഒരു അമ്മ മാതാവ് തന്നെ ഏറ്റെടുത്ത് മകനെ അമ്മയുടെ മകനാക്കി ഈ അൾത്താരയിലേക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ കൊടുത്തൊരു ടോക്കൺ ഗിഫ്റ്റായിട്ട് നമുക്ക് ശരിക്കും ആ ഒരു അനുഗ്രഹത്തെ കാണാൻ പറ്റും. മകനെ വീണ്ടും ഈ അൾത്താരയിലേക്ക് കൊണ്ടുവന്നത് ഈ അനുഗ്രഹമാണ്. വരുമ്പോൾ 2-3 കാര്യങ്ങൾ അമ്മയോട് ഗൗരവത്തിൽ കുടുംബം പറയുന്നുണ്ട്. ഒന്നൊരു കുഞ്ഞിന് വേണ്ടിയാണ്. ആദ്യത്തെ മകനുണ്ടായി 8.5 വർഷം മക്കളില്ലാത്ത കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഏറെ സാധ്യതയുള്ള കുടുംബമാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം സമർപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തത് മകൾക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗമാണ്. രണ്ടും സമർപ്പിച്ചു പോകുമ്പോൾ രണ്ടിനും ഗൗരവമുള്ള തടസ്സങ്ങൾ, വൈകുവാനുള്ള സാധ്യത, പണച്ചെലവുകൾ, അസാധ്യതകൾ ഒക്കെ അതിനകത്തുണ്ട്. എങ്കിലും അമ്മയോട് സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നല്ല വിശ്വാസത്തിലും എളിമയുള്ള സ്നേഹത്തിലും അമ്മയ്ക്കും ഈശോനാഥനും ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുവാൻ പറ്റുമെന്ന ബോധ്യത്തിലും മക്കളി നിയോഗം സമർപ്പിച്ചതായി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2 പേരും ഉടമ്പടി എടുത്തവരാണെന്ന്, 2 പേരും ഒരുപോലെ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. 2 പേരും പറയുന്നുണ്ടത് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചെന്നും പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഐക്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം. അതുകൊണ്ടാണ് ജോലി പോലും ഒത്തിരി അകന്നു പോകല്ലേ എന്ന് ഉള്ളുതട്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. മകൻ പറഞ്ഞു, ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മയുടെ അരികിൽ നിയോഗം കൊടുത്തുപോയി ചുരുങ്ങിയ ദിവസം കൊണ്ട് ഗർഭിണിയായി കാണപ്പെട്ടു. പിന്നീട് അമ്മ മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം, അതായിരുന്നു ഒരു ആഗ്രഹം. അതിനെത്തിച്ചേരുന്ന വിധത്തിൽ ആ കുഞ്ഞിനെ അമ്മ നൽകി അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ജോലിയുടെ ലിസ്റ്റുകളിൽ എല്ലാത്തിലും ആദ്യ റാങ്കുകളിലെത്തി. ഒരെണ്ണത്തിൽ പോയി ജോയിൻ ചെയ്തു, ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിച്ചു. അങ്ങനെ ചോദിക്കുന്നതെല്ലാം കൈ നിറച്ച്
വാരിക്കോരി അമർത്തിക്കുലുക്കി നമുക്ക് അമ്മ മാതാവും ഈശോയും നൽകുന്നതിനെയാണ് ഈ കുടുംബം അഭിമാനത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തിൻ്റെ സന്തോഷത്തിൽ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് അനുഗ്രഹിക്കുവാൻ മടിയൊന്നുമില്ല. അമ്മ മാതാവിന് നിയോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുവാനും മടിയില്ല. നമ്മൾ എങ്ങനെ അമ്മയുടെ അരികിലേക്ക് ഇവ സമർപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ആ സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, ശുദ്ധതയുണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ, അതിന് ദൈവസ്നേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ ജീവിതത്തിലുണ്ടെങ്കിൽ ആ നിയോഗങ്ങൾ വേഗത്തിൽ ഏറ്റെടുക്കുകയും സമയച്ചുരുക്കത്തിൽ അനുവദിച്ചു തരികയും അതിന് വരുവാൻ സാധ്യതയുള്ള ക്ലേശങ്ങളെപ്പോലും പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ സുഗമമാക്കി, ശുഭകരമാക്കി അമ്മ മാതാവും ഈശോയും നയിക്കുകയും ചെയ്യും.